മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ഇന്ന് പകലും ഇന്ന് രാത്രിയിലും ശുശ്രൂഷിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയും എനിക്ക് വിലപ്പെട്ട സമയം ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയും ചെയ്ത ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ, അപ്പോൾ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനിശ്ചിതനായ നേതാവ് പാസ്റ്റർ കെ സി തോമസ് സാറ്, തൻ്റെ സഹശുശ്രൂഷകന്മാരായ മാത്യു പാസ്റ്റർ, സതീഷ് പാസ്റ്റർ, മറ്റ് സീനിയറായിട്ടുള്ള ദൈവദാസന്മാർ, വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘം, കർത്താവിൻ്റെ ദാസൻ്റെ മകൻ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി, വിലപ്പെട്ട ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രത്യേകിച്ച് വാത്സല്യ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇന്ന് രാത്രി വരെ നിൽക്കുന്നത്. തുടർമാനമായ യാത്രകൾ, തുടർമാനമായ ശുശ്രൂഷകളൊക്കെ ഞങ്ങൾക്കും ശബ്ദത്തിനും ഒക്കെ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലധികം നിർത്താതെയുള്ള ചുമയും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അമിതമായ ഡയബറ്റിക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എടുത്ത പ്രോഗ്രാം ഒന്നും മുടക്കാൻ ദൈവം അനുവദിക്കാതെ ഇന്ന് വരെ നടത്തുന്നതിൻ്റെ പിൻപിൽ ഞങ്ങളറിയാതെ ആരൊക്കെയോ ഞങ്ങളുടെ പുറകിൽ നേരിട്ട് കണ്ടും കേട്ടും അല്ലാതെ ലൈവായി കണ്ടുമൊക്കെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വരെ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ പിന്നെയും ഓർക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. പല സഭകളിലും ഇങ്ങനെയുള്ള ദീർഘദിവസ ഉപവാസ പ്രാർത്ഥനകൾ കുറഞ്ഞിരിക്കുകയാണ്. അഥവാ യോഗം വെച്ചാൽ സ്ഥിരമായി വരുന്ന കുറേ പാവങ്ങൾ വരും. അല്ലാത്തൊരു ഞായറാഴ്ച മാത്രം വന്നിട്ട് സഭായോഗത്തിൽ പങ്കെടുത്ത് അവരെ മടങ്ങിപ്പോകും. അവർക്കിതൊന്നും ഒരു ബാധകമല്ല. അവരെ സ്വതരാഴ്ച ഇടാനും മുന്നോട്ട് വരത്തില്ല. ദശാംശം 2 വർഷങ്ങളായി ഉപവാസ പ്രാർത്ഥനയ്ക്ക് കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ അവർ സഹകരിച്ചില്ലെങ്കിൽ നമ്മുടെ യോഗമെല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ്. പിന്നെ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സഭ ഇതെല്ലാം ഏറ്റെടുക്കണം. വന്നില്ലെന്നോ തന്നില്ലെന്നോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അവരെയൊക്കെ നമ്മൾ ചുമക്കുകയാണ്. ഒരു സന്തോഷക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാനും ഒരു സഭ നടത്തുന്ന ആളാണ്. ഞാനും കുറേ വർഷമായിട്ട് ഒരു സഭയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിക്കാണും. നമുക്കറിയത്തില്ല, നമ്മളോട് പറയുന്നില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. എങ്കിലും എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ട് കൈ തരുന്നതുകൊണ്ട് ഇഷ്ടമാണ് നമ്മുടെ ധാരണ. സ്തോത്രം. നമ്മുടെ ഈ ദൈവമക്കൾക്ക് ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. എങ്കിലും നമ്മളെയൊക്കെ ദൈവം നിർത്തിയേക്കുന്നത് നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ മുഖവരി ഒന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നമ്മൾ പകലൊരു വിഷയമെടുത്ത് ചിന്തിപ്പാനിടയായി തീർന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങളോടെ ഒന്ന് ഓർപ്പിച്ച് ദൈവദാസൻ തന്ന ആ സമയത്തിനകത്ത് തന്നെ ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ ആ വിഷയം പറഞ്ഞു വന്നപ്പോൾ യൂദയുടെ ലേഖനത്തിലേക്കൊന്ന് കയറിയായിരുന്നു. നമുക്ക് തിരിച്ച് ആ ലേഖനത്തിൽ ഒന്ന് വരേണ്ട അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ച കുറിവാക്യം പകൽ വരാത്തവർക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരും. നമ്മളതിനെക്കുറിച്ച് ഭാഗികമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, നമ്മുടെ ആത്മാവിൻ്റെ ധൈര്യം, നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്.
ഈ ലോകത്തിൻ്റെ സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവ് വരികയാണ്. ഈ നോഗയുടെ കാലത്ത് പെട്ടകം പണിതപ്പം ദൈവം ഒരളവ് കൊടുത്തായിരുന്നു, നമുക്കതറിയാം. എത്ര അളവ്? 450 അടി നീളം, 300 മുഴമെന്നാണ് ബൈബിളിൽ. ഒരു മുഴം 1.5 ഫീറ്റാണ്. അങ്ങനെയാകുമ്പോൾ 450 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരം, 3 നില. ഈ അളവ് കൊടുത്തത് അന്ന് ഭൂമിയിൽ എത്ര പേരുണ്ടോ, എൻ്റെ ഒരു ചിന്തയാണ്, നോഗ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ഭൂമിയിൽ എത്ര പേരുണ്ടോ അത്രയും പേരും രക്ഷിക്കപ്പെട്ടായിരുന്നെ കയറാവുന്ന സ്ഥലമാണ് ദൈവം അളവായിട്ട് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ഒരളവ് കൊടുത്തല്ല. നോഗ പ്രസംഗം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ജനമല്ല പ്രസംഗം നിർത്തിയപ്പോൾ. ഏതാണ്ട് 120ഓളം വർഷങ്ങൾ പ്രസംഗിച്ചെന്നാണ്. അതിനിടയ്ക്ക് എത്രയോ പേരൂടെ ജനിച്ചു. ഇത്രയും പേരും രക്ഷിക്കപ്പെട്ടായിരുന്നെങ്കിൽ ജലപ്രളയത്തിൽ നശിക്കാതെ അവരെല്ലാം കൂടെ കയറ്റാവുന്ന ഒരളവാണ് ദൈവം അന്ന് തൻ്റെ ഭക്തന് കൊടുത്തത്. പക്ഷെ കൃപയാൽ 8 പേരൊഴിച്ച് വേറെ ആരും കയറിയില്ല. അവർ ധരിച്ചത് വെള്ളം മുറ്റത്ത് വരുവാണെങ്കിൽ പെരയെ കയറണം, പെരയെ കയറുവാണെങ്കിൽ പെരപ്പുറത്ത് കയറണം, പെരപ്പുറത്ത് കയറുവാണെങ്കിൽ മരത്തെ കയറണം, മരത്തെ കയറുവാണെങ്കിൽ പൊങ്ങുവാണെങ്കിൽ മലയെ കയറണം. മലയിലും കയറിയാൽ എന്നോ ചെയ്യണമെന്ന് ഓർത്തില്ലെന്നുള്ളതാണ് എൻ്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിച്ച പോലെ പെയ്തുടനെ എല്ലാവരും അങ്ങ് മുങ്ങിച്ചത്തൊന്നുമില്ല. അവർ മാക്സിമം രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും നോക്കി. തിരുവനന്തപുരത്തു നിന്ന് വള്ളം അവിടെ വന്നൊന്നും നമുക്കറിയത്തില്ല. ഞങ്ങളുടെ റാന്നിലൊക്കെ ഇവിടുന്ന് വള്ളം വന്നാൽ മീൻപിടുത്തക്കാരോടെ വന്ന് ഞങ്ങളെയൊക്കെ രക്ഷിക്കാറ്. പ്രൈസ് ദി ലോർഡ്. ഓടി ഓടി അവർ അരാരത്ത് പർവ്വതത്തിൻ്റെ മണ്ടയ്ക്കും കയറി കാണുമെന്നാണ് എൻ്റെ വിചാരം. എല്ലാം ശരിയാണോന്നില്ല, പക്ഷെ അതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം കയറുമെന്ന് ഇവർ ഓർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതെല്ലാം കേൾക്കുമ്പോഴും നമുക്കും അകത്തൊരു ചിന്തയുണ്ട്, അതൊത്തില്ലെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടാമെന്നേ. പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ ഒക്കത്തില്ലെന്നുള്ള കാര്യമാണ് ഇന്ന് രാത്രി ദൈവമക്കൾ അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മാനുഷികമായ കണക്കൂട്ടലിൽ പെരയ്ക്കകത്ത് കയറിയോ പെരപ്പുറത്ത് കയറിയോ പിന്നെ മരത്തെ കയറിയോ പിന്നെ മലയെ കയറിയോ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പോകരുത്. അതുകൊണ്ട് കർത്താവ് വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ് ഓപ്ഷൻ ഈ വിഷയത്തിൽ ഇല്ലെന്നുള്ള കാര്യം ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരായ ദൈവമക്കൾ അറിയണം. ഇത് കൺവെൻഷൻ ഒന്നും അല്ലല്ലോ, നമ്മുടെ ഒരു സഭയ്ക്കകത്തെ വിശ്വാസികൾ. നമ്മുടെ ധാരണകൾക്കെല്ലാം വലിയ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായേ മതിയാകും. 21 ദിവസം 42 പ്രസംഗങ്ങൾ, കുറഞ്ഞത് 21 പ്രാസംഗികർ, പിന്നെ ഈ അഭിഷക്തന്മാരുടെ മെസ്സേജുകൾ വേറെ. എല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു ഉപവാസ പ്രാർത്ഥനയിൽ 50 മെസ്സേജെങ്കിലും കേട്ടു. ഒരേ വാക്യം തന്നെ പ്രസംഗിച്ചവർ കാണും, തമ്മിൽ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അത് ആവർത്തിച്ച് നിങ്ങളോട് പറയണമെന്ന് ദൈവാത്മാവിന് തോന്നിയിട്ട് അങ്ങനെ പറയിപ്പിച്ച. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരേപോലെ ഉള്ള ദൂത് ശ്രദ്ധിച്ച് കാണും ചിലപ്പോൾ. അതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. ഈ 19 ദിവസങ്ങൾ കേട്ട ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ 19 ദിവസവും ഉപവസിക്കാൻ കഴിയാത്തവർ ഈ സഭയ്ക്കകത്തുണ്ട്. രോഗം കൊണ്ടോ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ടോ കഴിയാത്തവരെ എനിക്ക് പ്രയാസമില്ല. ഉപവസിക്കാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾക്കിതൊന്നും ഒരു ബാധകമല്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത സഹോദരി, നിന്റെ കൂടെ വിടുതലിന് വേണ്ടിയാണ് ഈ ഉപവാസം. ഇതിൻ്റെ റിസൾട്ട് അടുത്ത ഞായറാഴ്ചയ്ക്ക് അകത്ത് കാണണമെന്നേ ഇല്ല.
പക്ഷെ റിസൾട്ട് ഇല്ലാതിരിക്കുന്നില്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളുടെ റിസൾട്ടുകൾ ഇന്നല്ലെങ്കിൽ നാളെ കാണുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരെ കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മുടെ യൂദയുടെ ലേഖനത്തിലേക്കൊന്ന് വന്നായിരുന്നു ഈ വാക്യം വായിച്ചപ്പോൾ. നമ്മുടെ വിഷയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ സഭയെ ഒന്ന് നേരെയാക്കാൻ 21 കൊണ്ട് ഒത്തില്ല, 29 എഴുതേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം തികഞ്ഞവരെന്ന് വിചാരിച്ചവർക്ക് വേണ്ടി 29 എഴുതി മടുത്ത മനുഷ്യൻ പറഞ്ഞു, കർത്താവിനെ സ്നേഹിച്ചോണം. സ്നേഹിച്ചില്ലേലും സ്നേഹിച്ചാലും, ദൂതേറ്റെടുത്താലും ഇല്ലേലും, കൃപ നിന്നാലും ഇല്ലേലും കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ചിന്തിക്കാം. ശാന്തമായി പറയുമ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കണം. ഈ കേട്ട വചനം നിന്നെ ന്യായം വിധിപ്പാനിടയാകരുത്. ഈ 21 ദിവസം 19 ദിവസം പറഞ്ഞ പല വിത്തും ഇപ്പോഴും കട്ടയുടെ ഇടയ്ക്ക് കിടക്കുക. വിത്ത് കട്ടകളുടെ ഇടയിൽ കിടക്കുക. കട്ട എന്നൊക്കെയാണ് അവരവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ ഉടയ്ക്കാൻ ശ്രമിക്കല്ല. എല്ലാ ദൈവദാസന്മാരുടെ സ്നേഹത്തോടെ പറയാണ്, ഏതെങ്കിലും കട്ടകൾ വിത്തിൻ്റെ മുകളിൽ കിടക്കുന്നെങ്കിൽ നിങ്ങളായിട്ട് അതിനെ ഉടയ്ക്കാൻ നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എൻ്റെ സഭയിൽ കട്ടയുണ്ടെന്നിരിക്കട്ടെ, ഇത് ലൈവാണല്ലോ. അപ്പം ഞാൻ ആകെ ഭാരപ്പെട്ട് വീട്ടിൽ വന്ന് മുഴങ്കാലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് സഹായിക്കാൻ അവരൊക്കെയാണല്ലോ ഉള്ളത്. അച്ഛന് നല്ലപോലെ ദൈവവചനം അറിയത്തില്ലേ? വചനമെന്ന് പറഞ്ഞാൽ പാറയെ തറ ചുറ്റിയല്ലേ അച്ഛാ, എടുത്ത് ഒറ്റ അടിക്ക് പൊടിക്കാനുള്ളതല്ല ഉള്ളോ ഈ കട്ട എന്നൊരു ഉപദേശം എനിക്ക് തന്നിരിക്കട്ടെ. എനിക്കും ഒരാവേശം, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ ഭാര്യയെ. ഞാൻ ഞായറാഴ്ച രാവിലെ വീരാ നീ വിട്ടതയിൽ പ്രശംസിക്കുന്ന എന്തെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുറ്റികയുമായിട്ടങ്ങ് എഴുന്നേറ്റെന്നിരിക്കട്ടെ. സ്തോത്രം. വയലിനകത്ത് പാറയില്ല, മണ്ണാങ്കട്ടയല്ല ഉള്ളൂ. എന്നെ പെണ്ണും പിള്ള വിവേചിച്ചില്ല, ഞാനും വിവേചിക്കാതെ പാറയാന്ന് വിചാരിച്ച് അടിച്ചാൽ ഇത് മണ്ണാങ്കട്ടയല്ലേ? ഹലോ, പാറയെ തകർക്കുന്ന ചുറ്റിയാന്ന് പറഞ്ഞ, അല്ല മണ്ണാങ്കട്ട അടിക്കുമെന്നല്ലോ പറഞ്ഞേ. ഞാൻ വിവേചിക്കാതെ ഒരടി, മണ്ണാങ്കട്ട പൊടിഞ്ഞു, അടി കിടന്ന വിത്ത് ചതയുകയും ചെയ്തു. നേരത്തെ വിത്ത് കിളുത്തില്ലെന്നേ ഉള്ളൂ, ഇപ്പം എന്തോ ചെയ്തു? പ്രൈസ് ദി ലോർഡ്. സഭായം കഴിഞ്ഞ് കൈ തരാതെ മോന്ത വീർപ്പിച്ച് എല്ലാവരും എന്ത് ചെയ്തു? പോയി. എനിക്കൊന്നും പിടി കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ആഴ്ചയപ്പോൾ കട്ടകളുടെ എണ്ണം ഒന്നുകൂടെ കൂടി. ഇവിടെ പൊടിഞ്ഞെന്നേ ഉള്ളൂ, മറ്റേടത്ത് പല കട്ടയായി. കാരണം ഇത് ഞായറാഴ്ച വരെ പിന്നെ വ്യാപരിക്കുകയാണല്ലോ. നിങ്ങൾ മിണ്ടുന്നില്ല. ഇവിടെ ഞായറാഴ്ച നിർത്തിയാൽ അടുത്ത ഞായർ വരെ ഇത് വ്യാപരിക്കുകയല്ലേ, കട്ട പലതായി. ഇപ്പം എൻ്റെ ഭാര്യ പറഞ്ഞ, അച്ഛാ വചനമെന്ന് പറഞ്ഞാൽ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. സ്തോത്രം. എടുത്ത് വെട്ടണം അച്ഛാ. അപ്പം ഞാൻ പിറ്റേ ആഴ്ച വാളുമായിട്ടാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച ചുറ്റിയായിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനെടുത്ത് വെട്ടിയ മണ്ണാങ്കട്ട മുറിയുകയും ചെയ്യും, ചതഞ്ഞ വിത്തും മുറിയും, പിന്നെ ആയുസ് കിളുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഈ മണ്ണാങ്കട്ട പൊടിയാൻ വെള്ളം ചെന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നദിയിൽ ഇഷ്ടം പോലെ വെള്ളമാണ്. അതാ ഉഴവുചാരി കൂടെ കയറ്റി വിട്ടാൽ മതി, ആ കട്ടയെല്ലാം കുതിർന്നോളും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഒരു കട്ട ഉടയ്ക്കാൻ നീ ചുറ്റികയും എടുക്കേണ്ട, വാളും എടുക്കേണ്ട, മുഴങ്കാലി കരഞ്ഞാൽ മതി. കരഞ്ഞാൽ 2 ദിവസം കൊണ്ട് ചൊരിയുന്ന കണ്ണുനീരിൽ കട്ട കുതിരുകയും ചെയ്യും, വിത്ത് കിളുക്കുകയും ചെയ്യും. നല്ല സ്തോത്രം ഈ രാത്രി പറയണം.
ഹല്ലേലൂയ. ഒറ്റ വാക്കി പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് നിന്റെ കഴിവും നിന്റെ കൈക്കരുത്തുമല്ല, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാലുള്ള കണ്ണുനീരാ. മനസ്സിലാകുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് കരയാൻ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കരഞ്ഞോണം. ഞങ്ങളുടെ റാന്നിലൊക്കെ ഇന്ന് 12 മണിയായപ്പോൾ സ്കൂളെല്ലാം അടച്ചു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയൊക്കെ 12 ആയപ്പോൾ നിർത്തി ആശീർവാദം പറഞ്ഞ് എല്ലാവരും ഹോള് പൂട്ടി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാവരും വീട്ടിൽ പോയി. 2 ദിവസമായിട്ട് എല്ലാവരും കറണ്ടൊക്കെ കുത്തി എമർജൻസി ലൈറ്റെല്ലാം ചാർജാക്കി വെച്ചേക്ക്. ആരാണ്ട് പറഞ്ഞ് റാന്നിയിൽ ഇനിയും വെള്ളപ്പൊക്കം വരുന്നു, 60 അടി ഉയരും, ഞങ്ങളെല്ലാം മുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നേരത്തെ സ്കൂളിനെല്ലാം ഇന്ന് അവധിയായിരുന്നു. 12 ആയപ്പോൾ എല്ലാവർക്കും അവധി കൊടുത്തു. ഞാൻ വീട്ടിൽ വിളിച്ചോ പറഞ്ഞു, വെച്ചാൽ 12 ആയപ്പോൾ സഭയെ നിർത്തിക്കോളാം. സെക്രട്ടറി വന്ന് പ്രത്യേകം പറഞ്ഞ ഗസ്റ്റ് പാസോട് പറഞ്ഞു. പുള്ളി നല്ല ദൂതൊക്കെ റെഡിയാക്കി വന്നതിലും 12 ആയപ്പോഴേ പുള്ളി നിർത്തിയിട്ട് എന്ത് ചെയ്തു, പോയി പുള്ളി വണ്ടി വിട്ടു പോയെന്ന് പറഞ്ഞാണ്. നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വെള്ളം പൊങ്ങിപ്പോയി എന്നെ എടുക്കും. അപ്പം ഞാനിപ്പം വൈകിട്ട് വരുമ്പോൾ ട്രാഫിക്ക്, നല്ല ട്രാഫിക്ക്, ഞാൻ പട്ടത്തുനിന്ന് ഇവിടെ വരെ 1.25 മണിക്കൂർ എടുത്തു. അപ്പം ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു വെള്ളം പൊങ്ങിയോ, അന്നേരം പറഞ്ഞ് മഴ പെയ്തില്ലെന്ന് പറഞ്ഞു. മഴ പെയ്തില്ലെന്ന് പറഞ്ഞത് ഒരലരിയ പറഞ്ഞ്. നമ്മൾ പലതിനെയും ചുമ്മാ പേടിക്കുക, പക്ഷെ ഇപ്പോഴും പേടിക്കേണ്ടവനെ എന്ത് ചെയ്തിട്ടില്ല. ഹലോ, നമ്മൾ പലതിനെയും ചുമ്മാ പേടിക്കുന്നു, പക്ഷെ പേടിക്കേണ്ടവനെ ഇന്ന് രാത്രി വരെ പലരും പേടിച്ചിട്ടില്ല. ഈ ഉപവാസ പ്രാർത്ഥന അകത്തു വന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ അകത്ത് ഇന്ന് രാത്രി ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ഭയമുണ്ടാകണം. ഹല്ലേലൂയ. ദൈവം അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ചേ, ദൈവത്തെ ഒന്ന് അറിഞ്ഞൊന്ന് ആരാധിക്കാൻ തയ്യാറായേ. ദൈവ സകല വിഷയങ്ങളെ ശ്രദ്ധിച്ച് നമുക്ക് ആ യൂദയുടെ ലേഖനം അതിൻ്റെ 20, 21, 22 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു വിട്ടേ വേഗത്തിൽ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. മതി ശ്രദ്ധിക്കണേ. അതിപ്രധാനപ്പെട്ട 5 കാര്യം പറഞ്ഞ് യൂദ ഈ ലേഖനം അവസാനിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം അതിവിശുദ്ധ വിശ്വാസം. എല്ലാവരും പറഞ്ഞേ, അത് ഈ രോഗി സൗഖ്യമാകുന്ന കാര്യമൊന്നുമല്ലേ. ദൈവം ഒരിക്കലായി നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. നമുക്ക് ചിന്തിക്കാം. 2, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തണം. ആത്മീകം വരുത്തുകയാണേ. ഹലോ, അതാര് വരുത്തണം? നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തണം. അതിനാണ് പ്രാർത്ഥന. സ്റ്റേറ്റ് തിരക്ക് പിടിപാടുണ്ടായിട്ട് ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നതിന് കാര്യം മനസ്സിലായോ? എന്നെ ഏൽപ്പിച്ച ഒരുപറ്റം ആട്ടിൻകൂട്ടം ആത്മീകത്തിൽ ദാരിദ്ര്യമുള്ളവരാകല്ല്, അവർക്ക് ആത്മീക വർധനവുണ്ടാകണം. അതിനാണ് വയ്യാതിരിക്കുന്ന ബാബു ചെറിയാൻ ഭാഷയെ പിറവത്തൂന്ന് വരുത്തി, PC ചെറിയാൻ ഭാഷയെ റാന്നിന്ന് വരുത്തി, ഇങ്ങനെ ആളുകളെ വരുത്തിയേക്കുന്നതിൻ്റെ കാര്യം എന്തിനാണെന്നറിയാമോ? എൻ്റെ ജനത്തിന് എന്തോ ഉണ്ടാകണം പറഞ്ഞേ. ഈ 19ാമത്തെ രാത്രി ആയപ്പോൾ എനിക്കൊരു ആത്മീക വർധനവുണ്ടായി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരാത്മീക വർധനവ് എനിക്കുണ്ടായെന്നുള്ളത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. 2, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. 3, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എങ്ങനെയാ?
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരൊക്കെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആ കൈ താക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാത്തവർ ദയവായിട്ടൊന്ന് കൈ ഉയർത്തിക്കേ. പരിശുദ്ധാത്മാവിനെ കൈ പേടിക്കണ്ട, പ്രാർത്ഥിക്കാൻ പോവാം. ഇന്നിനകത്ത് നിറയ്ക്കുമെന്നേ. പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടെ ഇതുവരെ കിട്ടാത്തവരൊന്ന് കൈ ഉയർത്തിക്കേ. ആ കൈ ഒന്ന് കാണട്ടെ, ലജ്ജിക്കണ്ട. ഇന്ന് രാത്രി പ്രാപിക്കാൻ കൊതിയുണ്ടോ? ഈ മെസ്സേജ് തീരും മുമ്പേ എനിക്ക് ആത്മാവിൻ്റെ ശക്തിയാൽ നിറയണം എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഉണ്ട്? ഹല്ലേലൂയ. നിങ്ങളെ ദൈവം നിരത്ത് നിറയ്ക്കും. ആഗ്രഹിക്കുന്ന ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി എൻ്റെ ഈ ബലഹീനമായ മൺകൂടാരത്തിൽ ആ അത്യന്ത ശക്തി കർത്താവ് പകരുമെന്ന് നിനക്കൊന്ന് വിശ്വസിക്കാനും ഏറ്റെടുക്കാനും കഴിയുമെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ പെന്തക്കോസ്തിന്റെ പ്രത്യേകത, ആദിമകാലത്ത് സഭയിൽ വന്ന മുഴുവൻ വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. രക്ഷിക്കപ്പെട്ടവര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരായിരിക്കണം. സ്നാനപ്പെട്ടവൻ കാത്തിരുന്ന് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവനായിരിക്കണം. നിർബന്ധമായിരുന്നു. അന്നത്തെ യോഗങ്ങൾക്ക് കാത്തിരിപ്പ് യോഗം എന്നൊരു പേരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന ഒറ്റ വിഷയമായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതിനെ ശുശ്രൂഷ ചെയ്യാൻ അറിയാവുന്ന ശക്തന്മാരായ ദൈവദാസന്മാർ കേരളത്തിലുണ്ടായിരുന്നു. അവരെ വിളിച്ചുകൊണ്ടിരും. യോഗത്തിൽ കുറച്ച് സമയം ഒരു ആത്മശക്തിയെക്കുറിച്ചുള്ള ദൂത് നൽകിയിട്ട് അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം എഴുന്നേൽപ്പിക്കും. അവരെ മുൻപോട്ട് കൊണ്ടുവരും. അവരുടെ ചുറ്റും അഭിഷേകം പ്രാപിച്ചവരെ നിർത്തും. എന്നിട്ട് തീ കത്തിക്കാന്നുള്ള പാട്ടോ അതിന് തുല്യമായ മറ്റു പാട്ടുകളോ പാടും. നല്ല കൃപയുള്ള തമ്പേരടിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ആത്മനിറവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ തലമേൽ കൈവെക്കും. ആ പാട്ട് തീരും മുമ്പേ പലരും ആത്മാവിൽ നിറയും. അത് കഴിഞ്ഞ് ശക്തി പ്രാപിച്ചവരെ ആരൊക്കെയാന്ന് ചോദിക്കും. അവർ പറയും, ചെറിയൊരു ശക്തി എൻ്റെ മേൽ വന്നു, 1-2 വാക്കുകൾ പറഞ്ഞു, വീണ്ടും പ്രാർത്ഥിക്കും. യോഗം തുടരും. യോഗം 8:30 തീരത്തില്ല. യോഗം 10:30 ചിലപ്പോൾ തീരത്തില്ല. അന്ന് ദൈവദാസന്മാരുടെ ആഗ്രഹം, എൻ്റെ ദൈവ പൈതൽ ആത്മാവിൽ നിറയണം. പ്രൈസ് ദി ലോർഡ്. അന്ന് സഭയ്ക്കകത്ത് എല്ലാവരും ആത്മനിറവുള്ളവരായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്ന പലപ്പോഴും ആത്മാവിന്റെ പ്രചോദനത്തിലായിരുന്നു. ഇന്ന് രാത്രിയിൽ പേരുക്കടയിലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന സഭയായി മാറണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. സുഡരമന റികലധരബ ശംധരാധരാചന. ഓ ജീസസ്, ഹല്ലേലൂയ. യൂദ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഒരിക്കലായി ദൈവം നമ്മെ ഒരു കാര്യം ഭരമേൽപ്പിച്ചു. ആ വിശ്വാസം എന്ന ഉപനിധി ആ ദിവസം വരെ കാക്കണം. അത് കാക്കണമെങ്കിൽ അതിനുവേണ്ടി പോരാടണം. നിന്നെ വിശ്വസ്തനെണ്ണി ഒരിക്കൽ ദൈവം പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടാൻ തയ്യാറാകണം. ഉപവാസ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. എന്തിനുവെന്ന് അറിയാമോ? നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനായി ഒന്ന് പോരാടാൻ തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ. എന്തിന്? എന്റെ വിശ്വാസം കാക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നിനകത്ത് എത്ര പേര് കൊതിക്കുന്നുണ്ട്, ദൈവമേ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം. എന്താ വിശ്വാസം? വഴി തുറക്കുന്ന കാര്യമാണോ?
വീട് വെക്കുന്ന കാര്യമാണോ? ജോലി കിട്ടുന്ന കാര്യമാണോ? രോഗസൗഖ്യമാക്കുന്ന കാര്യമാണോ? അല്ല കേട്ടോ, അതൊന്നും അല്ല ഈ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പാപികളിൽ ഒന്നാമനായ എന്നെ നഷ്ടപ്പെട്ട സ്വർഗം മടക്കിത്തരാൻ, മരണത്തിന് അധീനമായ എന്നെ നിത്യജീവന്റെ ഉടമയാക്കാൻ, നിത്യ നരകത്തിലേക്ക് മരണം മേയിച്ചു കൊണ്ടിരുന്ന എന്നെ നിത്യസ്വർഗത്തിന് ഉടമയാക്കാൻ, നിത്യസ്വർഗത്തിന്റെ ഉടമ ഉലകത്തിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസം, അടക്കപ്പെട്ടവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്ന് എൻ്റെ വിശ്വാസം, ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയെന്ന് എൻ്റെ വിശ്വാസം, സ്വർഗത്തിലേക്ക് പോയവൻ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്നുണ്ട് എന്ന് എൻ്റെ വിശ്വാസം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ എന്നെ ചേർക്കാൻ അവൻ ആകാശം മേഘങ്ങളിൽ വെളിപ്പെടുമെന്നുള്ള വിശ്വാസം. ഒരിക്കലായി ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനായി ഇന്ന് രാത്രി പോരാടി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. 5 കാര്യം യൂദ പറയണം. 1, അതിവിശുദ്ധ വിശ്വാസം. 2, പറഞ്ഞേ, ഓരോരുത്തരും അവരവർക്ക് ആത്മീക വർധന വരുത്തണം. പ്രൈസ് ദി ലോർഡ്. അതിനൊത്തിരി ദൈവവചന ധ്യാനം ആവശ്യമാണ്, അതിനൊത്തിരി വേർപാട് ആവശ്യമാണ്, അതിനൊത്തിരി പ്രാർത്ഥന ആവശ്യമാണ്, അതിനൊത്തിരി ഉപവാസം ആവശ്യമാണ്, അതിനൊത്തിരി കണ്ണുനീര് ആവശ്യമാണ്. ആത്മീക വർധനവ് വെച്ച് കെട്ടാനുള്ളതോ കുത്തിവെക്കാനുള്ളതോ അല്ല, അത് സ്വയം വരുത്തേണ്ടതാ. ആത്മീക വർധനവുള്ളവന്റെ മുമ്പിൽ 600 മുഴമുള്ള വിഗ്രഹമോ 60 മുഴമുള്ള വിഗ്രഹമോ കൊണ്ട നിർത്തിയാൽ അവൻ പറയും, എന്റെ വിശ്വാസത്തെ ത്യജിച്ച് നീ തമ്പുരുവോ വീണയോ കിന്നരമോ എന്തോ വെള്ളം മുഴക്കിക്കോ, ഞാൻ നമസ്കരിക്കുന്ന പ്രശ്നമില്ല, എനിക്കൊരു വിശ്വാസമുണ്ട്. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏത് വെല്ലുവിളി വന്നാലും ഞാൻ കണ്ടെത്തിയ വിശ്വാസം നിന്ന് കടുകട എന്നെ വ്യതിചലിപ്പിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആൾക്കൂട്ടമില്ല, ഭൂരിപക്ഷമില്ല, ലീഡ് ചെയ്യാൻ ആളില്ല, ദൂത് പറയാൻ ആളില്ല, ആകെ 3 പേരേ ഉള്ളൂ. പക്ഷെങ്കിൽ അവര് ചെല്ലും മുമ്പേ 4-മൻ താഴെ ചെന്നു. വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നീ തയ്യാറായാൽ, നീ കഷ്ടതയുടെ തീച്ചൂളയിൽ ഇറങ്ങിച്ചെന്നാൽ ഇറങ്ങി വന്ന് വിടുവിക്കാൻ വിശ്വാസത്തിന്റെ ഉടമസ്ഥനായ, വിശ്വാസത്തിന്റെ നായകനായ എന്റെ യേശു മതിയായവനാണ്. ഈ രാത്രി ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസം. 2, ഓരോരുത്തരും ആത്മീക വർധനവ് വരുത്തണം. 3, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 4, നിത്യജീവനായിട്ട്. ഹലോ, നമ്മുടെ ലക്ഷ്യം എന്തുവാ? നമ്മുടെ ലക്ഷ്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലേഖകൻ പറയുകയാണ്, നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒന്ന് എഴുതാൻ ഞാൻ സകല ശ്രമവും നടത്തിയിട്ട് എനിക്ക് വെളിവായി വന്ന കുറെ പ്രശ്നമുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ ഇച്ചിരി പുറകോട്ടൊന്ന് വന്ന് അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആരെയാ നശിപ്പിച്ചേ? എല്ലാരും ഇവിടെ നോക്കിയേ. ആരെയാ നശിപ്പിച്ചേ? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ. അതിപ്പോ നമ്മളെന്തിനാ അറിയണ്ടേ?
പുതിയ നിയമസഭ അത് അറിഞ്ഞിട്ട് എന്നോ സാധിക്കാനാ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? പുതിയ നിയമസഭയോട് പറയുകയാണ്, നിന്റെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അത് സൂക്ഷിക്കാൻ വേണ്ടി ഭക്തൻ പറയുകയാണ്, നിങ്ങൾ സകലവും ഒരിക്കൽ അറിഞ്ഞു. രക്ഷ എന്നാന്നറിഞ്ഞു, സ്നാനം എന്നാന്നറിഞ്ഞു, ആത്മാവ് എന്നാന്നറിഞ്ഞു, വേർപാട് എന്നാന്നറിഞ്ഞു, വിശുദ്ധി എന്നാന്നറിഞ്ഞു, ഒരു ദൈവമാണെന്നറിഞ്ഞു, ഒരു സ്നാനമാണെന്നറിഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്വർഗമുണ്ടെന്നറിഞ്ഞു. എല്ലാം നിങ്ങൾ ഒരിക്കൽ അറിഞ്ഞു. പക്ഷെ അറിഞ്ഞിടത്ത് പോകാൻ വേണ്ടി വെള്ളിയാഴ്ച ഉപവസിക്കാൻ വരുന്നു, ഞായറാഴ്ച ആരാധിക്കാൻ വരുന്നു, കർത്തൃമേശയെ പങ്കെടുക്കുന്നു, ഒക്കെ ചെയ്യുന്നെങ്കിലും വിശ്വസിക്കാത്ത ഇന്നലത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിനെ പിന്നത്തേത് ദൈവം നശിപ്പിച്ചെന്ന് നീ അറിയണം. അപ്പം തിന്നാഞ്ഞിട്ടാണോ? അല്ല 5 മണിക്ക് എണ്ണിച്ച് മഞ്ഞ പറക്കാഞ്ഞിട്ടാണോ? അല്ല പറന്ന് വന്ന കാടയെ പറിച്ച് കൂട്ടാഞ്ഞിട്ടാണോ? പറ. അല്ല പാറയിലെ വെള്ളം കുടിക്കാഞ്ഞിട്ടാണോ? അല്ല ഉടുപ്പ് വലുതാകാഞ്ഞിട്ടാണോ? അല്ല ചെരുപ്പ് പഴകാതിരുന്നിട്ടാണോ? അല്ല മേളി മേഘസ്തംഭമായിട്ട് കർത്താവ് പോകാഞ്ഞിട്ടാണോ? അല്ല രാത്രി അഗ്നിത്തൂണായിട്ട് കർത്താവ് വെളിപ്പെടാഞ്ഞിട്ടാണോ? അല്ല ചെങ്കട 2 അല്ല മാറയിലെ വെള്ളം മധുരമാക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ മിണ്ടുന്നില്ല. 12 നീരുറവ തുറക്കാഞ്ഞിട്ടാണോ? 70 ഈന്തപ്പന കൊടുക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരെ ശിക്ഷിച്ചത് അതിനൊന്നുമല്ല. എന്താ ശിക്ഷിച്ചത്? പറഞ്ഞേ. വിശ്വസിക്കാത്തവരെ, എൻ്റെ കൂടെ പറഞ്ഞേ, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ. ജനം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ വാക്കുകളാണെന്നറിയാമോ? അവിശ്വാസത്തിന്റെ വാക്ക. 10 പേര് പറഞ്ഞു, അവിടെ നല്ല മുന്തിരിക്കൊലയും പിന്നെ പാലും തേനും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാ, ഞങ്ങൾ അതൊക്കെ കണ്ടതാണ്. അവിടെ ഞങ്ങൾ കൊണ്ടുവന്ന മുന്തിരിക്കൊല ഇത്രയും നേരം തിന്നിട്ട് ബാക്കി നിമിച്ചം കിടക്കുക, അതൊക്കെ ശരിയാ. പക്ഷെ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. അവരുടെ മുമ്പ് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിട്ടുകിളിയലെ പോലെ തോന്നി. ആ ജനം മൊത്തം ഒരു ദിവസം മൊത്തം കരഞ്ഞെന്നാ. ഇവിടെ 19 ദിവസം മെസ്സേജ് വേണ്ട കരയാത്ത പുള്ളിയെല്ലാം കൂടെ. ഹലോ, ചങ്കു പൊട്ടുന്ന ദൂത് കേട്ടിട്ട് കരയാത്ത മനുഷ്യരെല്ലാം കൂടെ ദൈവത്തിന്റെ കഴിവുകേടിനെ കുറിച്ച് പറഞ്ഞപ്പോ കരഞ്ഞു. എന്താ ദൈവത്തിന്റെ കഴിവുകേട്? മുന്തിരിക്കൊലയുണ്ട്, പാലും തേനുമുണ്ട്, പക്ഷെ അവിടുത്തെ ജനത്തെ തോപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയത്തില്ലെന്ന് ദൈവത്തെ അവിശ്വസിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് ഇറച്ചി കൊടുക്കാൻ പറഞ്ഞ അപ്പം തന്നതൊക്കെ ശരിയാ, പക്ഷെ ഇറച്ചിയും കൂടെ തരാൻ ഈ ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 പേര് പറഞ്ഞു, ഇവർ ഈ പറഞ്ഞ കാര്യമൊക്കെ ഭാഗികമായിട്ട് ശരിയാ, അവിടെ അനാക്യ മല്ലന്മാരൊക്കെ ഉണ്ട്, പക്ഷെ വാഗ്ദത്തം നമുക്കുണ്ട്. ആ ദേശം നമുക്ക് തരാമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാ. ഇന്നലെ അത്ഭുതം കണ്ടവരാ ഈ ജനം, ഇന്നലെ ദൈവപ്രവൃത്തി ആസ്വദിച്ചവരാ, ഇന്നലെ വിടുതൽ അനുഭവിച്ചവരാ. പക്ഷെ ഇന്നവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഫലമെന്താ? വിശ്വസിക്കാത്തവരെ. ഹലോ, എന്തിനാ പുതിയ നിയമസഭയോട് പറഞ്ഞത്? എന്തിനാ പുതിയ നിയമസഭയോട് പറഞ്ഞത്? നീ യോഗത്തിന് വരുവോ വരാതിരിക്കുവോ, നീ പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കാതിരിക്കുവോ, പക്ഷെ വിശ്വസിച്ചില്ലെങ്കിൽ, നിന്നെ ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം നിന്നെ മരണം വരെ നീ കയ്യിൽ മുറുകെ പിടിച്ചില്ലെങ്കിൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവർ അക്കരെ ചെന്നില്ലെങ്കിൽ ഞാനും നീയും അക്കരെ ചെല്ലാൻ ഒക്കത്തില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? ആണെങ്കിൽ ഇന്ന് രാത്രി എത്ര പേരുണ്ട് ആ വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് അരക്കിട്ടുറപ്പിക്കാൻ? ഈ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ മൊത്തം വായിക്കണേ. ഞാൻ എൻ്റെ പഠനത്തിൽ ഒരു 22 പ്രസംഗമുണ്ട്. 22 മെസ്സേജുകളിൽ കുറച്ച് പ്രസംഗം പത്രോസും ബാക്കിയെല്ലാം പൗലോസ് പ്രസംഗിച്ചതാണ്. സ്തോത്രം. ഇവരുടെ ഈ 22 പ്രസംഗത്തിലെ ഏതാണ്ട് 18 പ്രസംഗങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമായിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ പൗലോസിന്റെ ശ്രദ്ധേയമായ വിഷയം നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ആര് പ്രസംഗിച്ചു? പൗലോസ് പ്രസംഗിച്ചു.
പ്രസംഗം കേട്ടപ്പോൾ രാജസിംഹാസനത്തിലിരിക്കുന്ന രാജാവിൻ്റെ മുട്ടുകാല് വിറച്ചു. പ്രൈസ് ദി ലോർഡ്. രാജാവ് ചോദിച്ചു, നീ ഒരു പ്രസംഗം കൊണ്ട് ഇന്ദ്രജയത്തെക്കുറിച്ച് പറഞ്ഞ്, നീതിയെക്കുറിച്ച് പറഞ്ഞ്, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ് എന്നെ കൂടെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. പൗലോസ് ചങ്ങല ധരിച്ച കൈ പിടിച്ചോണ്ട് പറഞ്ഞു, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ചങ്ങല ഒഴികെ നീ മാത്രമല്ല, നീ രാജാവായിരിക്കും, നീ ഭരണാധികാരി, എനിക്ക് വിഷയമല്ല, പക്ഷെ നീ മാത്രമല്ല, ഞാൻ വിശ്വസിച്ച ഈ യേശുവിനെ നിങ്ങൾ എല്ലാവരും അറിയണം. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് ഒരിക്കലായി എന്റെ ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനായി പോരാടാൻ. ഓ റിഗലമന ശബ്ദരാജന റൗഷസൈഡേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് തൃത്വത്തെ കുറിച്ച് ഇപ്പൊ സംശയമാണോ? എല്ലാവരും കൂടെ പറഞ്ഞ് സ്തോത്രം. യേശു വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമായി തുടങ്ങിയിട്ടുണ്ടോ? അതൊക്കെ സീരിയസ് ആയ വിഷയം. പോട്ടെ. ബെന്തിക്കോസിൽ ഇറങ്ങിയത് അബദ്ധമാണെന്ന് തോന്നിയിട്ടുണ്ടോ? മണ്ടത്തരം കാണിച്ചെന്ന് തോന്നിപ്പോയിട്ടുണ്ടോ? നീ എപ്പോഴോ ആരോ മിണ്ടാഞ്ഞപ്പോ, കൈതരാഞ്ഞപ്പോ, വീട്ടിൽ വരാഞ്ഞപ്പോൾ, ഉപദേശി വരാൻ താമസിച്ചോ പറഞ്ഞില്ലേ ഇറങ്ങി തിരിച്ചത് മണ്ടത്തരമാണെന്ന്? ആണ് ഇന്ന് രാത്രി സുല്ലു പറഞ്ഞ പൊക്കോണം. ഹല്ലേലൂയ. അവിശ്വാസമുള്ള നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് നീ കൂടെ ഇല്ലാത്തതാ. പക്ഷെ ഇന്ന് രാത്രി നീ ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തെ, ആര് വന്നാൽ എനിക്കെന്നെ, വന്നില്ല എനിക്കെന്നെ, എന്നെ ആരും വരുന്നതോ പോകുന്നതോ അല്ല വിശ്വാസം നിർത്തിയിരിക്കുന്നത്. അത് ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ആഴമായ ബന്ധമാണ്. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. നിന്റെ കൃപയിൽ നിർത്തിയിരിക്കുന്നത്. ഓ റബലമന ശബ്ദരാജന റികല ബാബാ ബാബാ. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട നീ പതറല്ല. ഒറ്റപ്പെടുന്നതിൻ്റെ ഒക്കെ പുറകെ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അന്ന ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിച്ചതിന് കാര്യം എന്നാ? ഈ പെനിന ഉള്ളതുകൊണ്ടാ. അങ്ങനെ ഒരാളിനെ ദൈവം ഒരിക്കലും സ്തോത്രം പറഞ്ഞു. ഹലോ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കണമെങ്കിൽ, ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു വിഷയം വേണ്ടേ? നിന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യത്തിയാക്കാൻ, ഹലോ, നിന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കാൻ ദൈവം ഒരുക്കുന്ന ചില മുഖാന്തരങ്ങൾ, അത് ചിലപ്പോൾ ഒരു പെനീനെ നിന്നെ മുഷിപ്പിക്കുന്നതായിരിക്കും. ഈ ശൗമേല് ജനിച്ചത് ഈ സഹോദരിയുടെ മൊത്തം പ്രാർത്ഥന കൊണ്ടാണെന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഞാൻ പറയാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. ഈ ഏലി കസേര ചുമ്മാ ഇരിക്കുക. പുള്ളി കണ്ണെന്ത് ചെയ്തില്ല. യോഗത്തിന് ആര് വന്നെന്നും പുള്ളിക്ക് അറിയില്ല, ആര് പോയെന്നും പുള്ളിക്ക് അറിയില്ല. കണ്ണിൻ്റെ കാഴ്ച എന്ത് ചെയ്തു? പോയി. ഇപ്പം പുള്ളിക്ക് കണ്ണ് കാഴ്ച പോയപ്പോൾ പിന്നെ ന്യായപ്രമാണം വായിക്കുന്നില്ല, അതുകൊണ്ട് പ്രസംഗ വിഷയമില്ല, അതുകൊണ്ട് വചനം ദുർലഭമായി. സ്തോത്രം. ശുശ്രൂഷയായിട്ട് രണ്ട് പിള്ളേർ മുപ്പല്ലിയും കൊണ്ട് നടക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ ഗതികേടാ. പക്ഷെ മഹാപുരുവനാണ്ട് തിരിച്ചു വല്ലതും പറയാനൊക്കെ ഒക്കത്തില്ല. അതുകൊണ്ട് ജനം മൊത്തം കൂടെ കരയാൻ തുടങ്ങി. ദൈവമേ, വചനം ദുർലഭമായി, ഒരു ദൈവശബ്ദം കേൾക്കാനില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ലഭിക്കേണ്ട ആരാധന ലഭിക്കുന്നില്ല, ദൈവമഹത്വം വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു രാഷ്ട്രത്തിലെ 12 ഗോത്രത്തിലെ മുഴുവൻ ജനവും ഒരുമിച്ച് കരയുന്നു. ഒരു ഭാഗത്ത് ദൈവം ആ ഭാരമെല്ലാം കൂടെ സ്ത്രീയുടെ അകത്തോട്ട് കൊടുത്തു. അവളെ മുഴങ്കാലം അടക്കി ദൈവം അവളിൽ കൂടെ ഒരു ശൗമേലിനെ രംഗത്ത് കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിൽ നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, നീ തകർന്നിരിക്കുന്നെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ, നിന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ, നീ നിന്നയുടെ മുഖത്തായിരിക്കുന്നെങ്കിൽ, നീ അപമാനം കേൾക്കുന്നെങ്കിൽ, അപവാദം നിന്നെ കുറിച്ച് പറയുന്നെങ്കിൽ, ഈ രാത്രി ഭാരപ്പെടരുത്. നീ ഒന്ന് കരയാൻ തയ്യാറായേ, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായേ. നിന്നിലൂടെ ഇന്ന് രാത്രി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഓരനമനക ശബ്ദരാധരാജന റൗഡമനക ശബ്ദരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശുഭമാണെങ്കിലും ഞങ്ങൾ പോലും പ്രാർത്ഥിക്കത്തില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തമ്പുരാൻ ഇടയ്ക്ക് ചില വിഷയങ്ങൾ ഇടുന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. കർത്താവെ അങ്ങനൊരു വിഷയം കൊണ്ടിട്ടത് കൊണ്ട് രാത്രി 3 മണിക്കും 4 മണിക്കും 1 മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, പിള്ളേരറിയാതെ ഹല്ലേലൂയ പായലിരിക്കാനും കരയാനും ഒരു കൃപ തന്നല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ അവസരം ദൈവം ഒരുക്കുകയാ. അതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരും ദൈവത്തെ ആരാധിച്ച് അതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ Praise the Lord. ഈ പലപ്പോഴും ഹൃദയത്തിന് വലിയ ഭാരം വന്നിട്ടുള്ളപ്പോഴാ നല്ല പുതിയ ദൂത് കർത്താവ് തരുന്നത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ദൈവസന്നിധി കരഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു ശക്തമായ ദൂതുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണേ. ശക്തമായ ദൂതുണ്ട്. അത് ദൈവത്തിൻ്റെ ധനം എന്ന വിഷയമായിരുന്നേ. ഞാൻ ഈ ലേഖനമൊക്കെ മിക്കവാറും ഇങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ വായിക്കുന്ന അധ്യായങ്ങളാണെങ്കിലും അതിനകത്തുനിന്ന് കർത്താവ് കുറേ കാര്യം പൊക്കിയെടുത്തുകൊണ്ട് വന്നേ. നമുക്ക് ഈ മെസ്സേജ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആ വാക്യം നിങ്ങളുടെ നന്മയ്ക്കായിട്ടൊന്ന് വായിച്ച് കുറിച്ച് വെച്ചു. റോമാലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം, റോമർ 11:33. ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗ വിഷയത്തോട് ചേർന്ന് അല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ദേവദാസനെ ഹാ വായിക്കുന്നത് ഇച്ചിരി ശക്തിയോടെ എന്നറിയാമോ? എന്നറിയാമോ? നമ്മുടെ ഈ കാഴ്ച ബംഗ്ലാവ് നമ്മുടെ ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് ചെല്ലുവന്നിരിക്കട്ടെ. ഈ പിള്ളേരോട് ചെല്ലുമ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ നമ്മുടെ ഒരു ജീവിയെ കാണുക. അതിനെ കാണുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ഹോ എന്ന് വെക്കത്തില്ലേ? ആ വെപ്പാണേ. നമ്മുടെ ഈ വായിക്കോട്ട വിടുമ്പോഴത്തെ ഹായല്ല. ഹലോ, ഈ പൗലോസേ ദൈവത്തിൻ്റെ ധനം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടിട്ട് ആ മനുഷ്യൻ പറയാണ്, ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് എന്നിവയുടെ ആഴമേ. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലായോ? 3 കാര്യം കണ്ടിട്ട് പൗലോസ് വാ പൊളിച്ചു പോയി. വാ പൊളിച്ചിട്ട് താൻ അതിശയോക്തിയോട് പറയാണ്, ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് എന്നിവയുടെ ആഴമേ. അടുത്ത വാക്യം, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം. അവന്റെ വഴികൾ എത്രയോ അഗോചരം. വഴിക്കകത്ത് ന്യായവിധിയുണ്ട്. ഇസ്രായേൽ മക്കളെ ഈ ചെങ്കടലിൽ കൂടെ കൊണ്ടുവന്ന് എന്തിനെന്നറിയാമോ? 1, അഗോചരമായ വഴി അവരെ കാണിക്കണം. 2, ആ വഴിക്കകത്ത് ഇന്നലെ വഴി അടച്ചോനെ മുക്കണം. ഒരു വഴി തന്നെ ന്യായവിധി നടക്കണം, ആ വഴി തന്നെ വിടുതൽ നടക്കണം. ഇത് ആത്മാവിൽ കണ്ട ഭക്തൻ ചോദിക്കുകയാണ്, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയമാ, അവന്റെ വഴികൾ എത്ര അഗോചരമാ, അവന്റെ ജ്ഞാനം എത്ര വലുതാ. 10-60 വയസ്സ് കഴിഞ്ഞ് എൻ്റെ കണ്ണ് കാണുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണി ഉള്ളതുകൊണ്ട്. പക്ഷെ ആ കൃഷ്ണമണിക്ക് മേളിൽ 5-6 പുരികം പീരി പോലെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ കണ്ണാടി കൂടല്ലാതെ ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാഴ്ച നൽകുക കണ്ണിൻ്റെ തൊട്ട് മേളിൽ നിൽക്കുന്ന സാധനം കാണാൻ എന്നെ കൊണ്ട് ഇതുവരെ ഒത്തിട്ടില്ല. അതിൻ്റെ ഇച്ചിരൂടെ മേളിൽ പുരികമുണ്ട്. അതിന്ന് വരെ കണ്ണാടി കൂടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്ത ഒരു മുഖം എനിക്കുണ്ട്. അത് കണ്ണാടി കൂടല്ല ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല.
നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സ്വതന്ത്രം പറയണം. ശ്രദ്ധിച്ചേ, ഈ ദൈവത്തിന്റെ ജ്ഞാനം എന്തോ ജ്ഞാനമാ ദൈവമക്കളെ. അത് കണ്ട് ഈ ഭക്തൻ അന്തം വിട്ട് വാ പൊളിച്ച് പറയുകയാണ്, ഹല്ലേലൂയ, അവന്റെ മനസ്സറിഞ്ഞവൻ ആര്? അവൻ്റെ മനസ്സറിഞ്ഞവൻ ആര്? ആർക്കും വേണ്ടാതെ അമ്മയ്ക്കും അപ്പനും നാട്ടുകാർക്കും അധികപ്പറ്റായിട്ടിരുന്ന് പാസ്പോർട്ട് ഗവൺമെൻറ് മേടിച്ചുകൊണ്ട് പോയി വഴിയെല്ലാം അടഞ്ഞ് നടുറോട്ടിൽ അല്ലെങ്കിൽ ദേഹം മുഴുവൻ മുറിവുമായിട്ടൊക്കെ കിടന്ന ഒരുത്തൻ ഇന്ന് രാത്രി തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും വലിയ സഭകളിലൊന്നായ പേരൂർക്കട ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അഭിഷക്തന്മാരുടെ നിരയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് അവൻ്റെ മനസ്സറിഞ്ഞത് ആരാ? അല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അല്ലെ 4 കുപ്പി വിഷം ഒന്നിച്ചു കുടിച്ച് മെഡിക്കൽ കോളേജിൽ ചോര ചർത്തിച്ച് കിടന്നവൻ ചത്തുപോകുമെന്ന് ഡോക്ടർ വിധി പറഞ്ഞിടത്ത് ഇന്ന് രാത്രി പ്രസംഗിച്ചോണ്ട് നിൽക്കുമെന്ന് അവന്റെ മനസ്സറിഞ്ഞതാരാ? ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിന്റെ പിമ്പിലെ വഴിയറിഞ്ഞവൻ ആരുമില്ല. ഈ രാത്രി നിന്റെ ദൈവം ആരാധന നീ അറിയണം. ഞാനേ ഇത് ലൈവായിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ പാസ്പോർട്ട് ഈ ഗവൺമെൻറ് തിരിച്ചു മേടിച്ചേ. അപ്പോൾ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചു. ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു നിലയിൽ എനിക്ക് പാസ്പോർട്ട് തരത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ഏറ്റവും നല്ല വക്കീലിനെ കണ്ട് അഫിഡവിറ്റ് തയ്യാറാക്കി ഞാൻ തിരുവനന്തപുരത്തുള്ള ഒറിജിനൽ പാസ്പോർട്ട് ഓഫീസറെ കൊണ്ട് കൊടുത്തു. അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞത് നിൻ്റെ പാസ്പോർട്ട് തിരിച്ചു മേടിക്കാനുണ്ടായ അതിൻ്റെ സത്യവാങ്മൂലം എഴുതിക്കൊണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. ഇത് വക്കീലിന് തോന്നിയ കാര്യം എഴുതിയേക്കുന്ന ഇത് അതിൻ്റെ സത്യവാങ്മൂലം അല്ലെന്ന് പറഞ്ഞു. ഞാൻ ദുഃഖത്തോടെ തിരിച്ചു പോകും. ഞാൻ വീട്ടിൽ വന്നൊരു നല്ല വെള്ള പേപ്പർ എടുത്തു. 1984 വരെയുള്ള എൻ്റെ ഇന്നലത്തെ ജീവിതം എഴുതി. 84 മുതൽ രക്ഷിക്കപ്പെട്ട ജീവിതം എഴുതി. ആ ഒരു പേജ് നിന്നില്ല. രണ്ടാമത്തെ പേപ്പർ എടുത്തു. എൻ്റെ കൈയക്ഷരം കാണാൻ പോലും കൊള്ളത്തില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ പേജിൽ എഴുതി. രണ്ടാമത്തെ പേജ് നിന്നില്ല. മൂന്നാമത്തെ പേജ് എടുത്തു. സത്യവാങ്മൂലം എഴുതുമല്ലേ? ഹലോ, 3 പേപ്പറിൽ എൻ്റെ സാക്ഷി എഴുതി വെച്ചാ. എൻ്റെ സാക്ഷ്യം എഴുതിയിട്ട് 3 പേപ്പർ ഞാൻ പിൻ ചെയ്തും വെച്ച് വീണ്ടും ഞാൻ ഡേറ്റ് എടുത്ത് ചെന്ന് പാസ്പോർട്ട് റീജിയണൽ ഓഫീസറെ കൊടുത്തു. അയാൾ ചോദിച്ചു ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സത്യവാങ്മൂലമാണ്. ഇവിടെ തിരുവനന്തപുരത്തുണ്ട കാര്യമാണ് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പേടിച്ചൊന്നുമില്ല. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. കസാറ ഇരുന്ന് പുള്ളി ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പം പച്ചമഷിയുടെ പേന എടുത്തു. അതിൻ്റെ മണ്ടയ്ക്ക് ഒപ്പിട്ടു. ആ പാസ്പോർട്ടിൽ 40 പരം രാജ്യങ്ങളിൽ ഇപ്പോൾ പോയി. കേരളത്തിൽ ഒരാൾ അനുഭവസാക്ഷി എഴുതി കൊടുത്ത് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കാണത്തുള്ളൂ. നല്ല ഹല്ലേലൂയ പറയണം. ദൈവത്തിന്റെ ധനം, അവന്റെ ജ്ഞാനം, അവന്റെ അറിവ്, ഹലോ, അവന്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് മുമ്പേ വല്ലോ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് മേടിച്ചവൻ ആര്? ഹലോ, സ്തോത്രം ഈ രാത്രി പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെല്ലുന്ന ഉടനെ ഇപ്പൊ ഈ പിള്ളേർക്കെല്ലാം 5 മാർക്ക് വെച്ച് കൂട്ടി കൊടുക്കാൻ ജലീൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ രമേശ് ഭയങ്കര വിഷയത്തിൽ നിൽക്കുക. പിള്ളേരെല്ലാം കൂടെ സമരവുമാണ്. അങ്ങനെ ഈ ദൈവം തമ്പുരാന്റെ ചെവിയിൽ ചെന്ന് വെച്ച് PC ചെറിയാന് പാസ്പോർട്ട് കൊടുക്കല്ല് എന്ന് പറയാൻ അവന് മന്ത്രിയായിട്ട് ആരുമില്ലായിരുന്നു. ജോസഫിനെ 13 വർഷം കഴിഞ്ഞ് മന്ത്രി ആക്കല്ല് എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. സ്വത്രം പറഞ്ഞില്ല.
മനസ്സിലാകുന്നുണ്ടോ? നിന്നെ മന്ത്രിയാക്കണമെങ്കിൽ ആക്കുന്നതിൻ്റെ പുറകിൽ അവൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ഇന്ന് രാത്രി അവനൊരു കാര്യം നിർണയിച്ചിരിക്കുക, അതവൻ നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ചില അടഞ്ഞ വഴികൾ, ചില അസാധ്യത മണ്ഡലങ്ങൾ ഈ രാത്രിയിൽ എൻ്റെ ദൈവം നിനക്കായി തുറക്കുകയാ. ഉടകജാല വൈഡ പ്രവനാധികാരകൾ ശബ്ദരേ. നമുക്കൊരിക്കലൂടെ കൈ ഉയർത്തി ഒരു അല്ലേലിയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ധനത്തെക്കുറിച്ച് വായിച്ചോ, പിന്നെ കർത്താവ് ധനം തന്നെ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. വായിച്ചോ, സമയമില്ല പ്രസംഗിക്കുക, നമുക്ക് ഈ വിഷയം തിരിച്ചു വരണം. എഫേസ്യർ 1:8 വായിച്ചേ. ഈ ധനം എന്നാന്ന് പറഞ്ഞു വിട്ടേക്കാം. എഫേസ്യർ 1:8. മൈക്കിലോട്ട് വായിച്ചു, കിട്ടിയെങ്കിൽ വായിച്ചു. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം. ധനത്തിന്റെ ഒന്നാമത്തെ പേര് കൃപാധനം. എന്താണ് കൃപാധനം? ദൈവദാസന്മാര് പിന്നെ പ്രസംഗിച്ചോളും. 1:18 വായിച്ചു ദേവാസനെ. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അവകാശത്തിന്റെ മഹിമാ ധനം. പിന്നെ പ്രസംഗിക്കാം. 2:6 വായിച്ചേ. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനം. വായിച്ചേ. 3:8 വായിച്ചേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച്. ക്രിസ്തുവിന്റെ അപ്രമേയ ധനം. ഇപ്പൊ എത്ര ധനമായി? കൃപാധനം, അവകാശത്തിന്റെ മഹിമാധനം, കൃപയുടെ അത്യന്തധനം, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം. 3:15 വായിച്ചേ. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനം. ഒരു സ്വത്രം പറഞ്ഞേ. എന്തോ ധനമാ? മഹത്വത്തിന്റെ ധനം. ഫിലിപ്പിനോട് പറഞ്ഞപ്പോ താൻ പറഞ്ഞു ധനത്തിന്റെ മഹത്വം. ഫിലിപ്പിയർക്ക് പറഞ്ഞു അവന്റെ ധനത്തിന്റെ മഹത്വം. ഇവിടെ പറഞ്ഞു അവന്റെ മഹത്വത്തിന്റെ ധനം. ഈ ധനത്തെ കുറിച്ചൊന്ന് വ്യാഖ്യാനിക്കാൻ നോക്കിയിട്ട് ആ ഭക്തൻ പറയാണ്, ദൈവത്തിന്റെ ധനം. ഈ 19ാം രാത്രിയിൽ നിന്റെ മേലെ ധനം പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അല്ല, ഞാൻ ഈ മെസ്സേജ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരെ അവന്റെ കൃപയുടെ ധനം കൊണ്ട് സമ്പന്നനാക്കാൻ, ഈ ലോകത്ത് ദ്രവിക്കുന്ന പുഴുവും തുരുമ്പും കെടുത്തുന്ന പണമല്ല കേട്ടോ, അവന്റെ കൃപയുടെ അത്യന്ത ധനം കൊണ്ട് നിന്നെ മാനിക്കാൻ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ 19ാമത്തെ രാത്രിയിൽ അസാധാരണമായ ഒരു ദൈവ കൃപയുടെ അത്യന്ത ധനം. ഓ ചുടരാലമാരക ശബ്ദരേ റിബലേ വൗഷസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഒന്ന് ടോട്ടലി മാറണം കേട്ടോ. നമ്മൾ ഈ നമുക്ക് വേണ്ടി എന്തെല്ലാമോ പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലേ, അത് വേണം ഇത് വേണമെന്നെല്ലാം, അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഈ പൗലോസിൻ്റെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ പോലും ഭൗതികമായ തൻ്റെ ഒരു വിഷയം പറയുന്നേ ഇല്ല. നമ്മൾ നമ്മുടെ വിഷയം അല്ലാതെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഈ 19ാമത്തെ രാത്രി പ്രാർത്ഥന രീതി ഒന്ന് മാറ്റിക്കേ, പ്രാർത്ഥന മെത്തേഡ് ഒന്ന് മാറ്റിക്കേ. എന്നിട്ട് ദൈവത്തോട് ഇന്ന് രാത്രി നീ ഒന്ന് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് നീ ദൈവത്തിൻ്റെ ആ ധനത്തെക്കുറിച്ച് അറിയാനൊന്ന് കൊതിച്ചേ. പ്രൈസ് ദി ലോർഡ്. ആ മഹത്വം ഒന്ന് കാണാൻ കൊതിച്ചേ. എത്ര പേരുണ്ട് ഇന്നത്തെ കർത്താവേ എനിക്ക് ആ ദൈവ മഹത്വം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആ മഹത്വത്തിനകത്ത് പൊതിയാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിന്റെ മേൽ ആ മഹത്വം ഒന്ന് പകരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ആ കൃപയുടെ അത്യന്ത ധനം നിന്നെ ഒന്ന് പരമേൽപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറുണ്ട്, ദൈവമേ ഇന്ന് രാത്രി മറ്റാർക്കുമില്ലാത്ത ആ കൃപയുടെ അത്യന്ത ധനം എനിക്കൊന്ന് തരാൻ. പ്രൈസ് ദി ലോർഡ്.
ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. നിങ്ങളെ ഇടയ്ക്ക് ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ വായിച്ചുകൊണ്ട് വന്ന വിഷയം ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയം വിട്ടുപോകല്ലേ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും, പറഞ്ഞെല്ലാരും, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് വരുന്നു. എത്ര പേര് ധൈര്യത്തോടെ പറയും നമ്മുടെ കർത്താവ് വരുന്നു? ലോകമതറിയാൻ പോകയാ. നിന്നെ ഇന്ന് അപമാനിക്കുന്നവരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ, നിന്റെ കർത്താവ് വരുന്നു എന്നുള്ള കാര്യം ലോകമറിയാൻ പോകയാ. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത അസാധാരണമായ ദൈവപ്രവൃത്തികൾ ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് നിന്റെ യേശു വരാൻ പോകയാ. ഓ ദീപാരാബാല, പ്രത്യാശ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, ദൈവകൃപ വർദ്ധിക്കണം, അഭിഷേകം ജ്വലിക്കണം. Praise the Lord. അപ്പൊ യൂദ പറയാണ്, ഒരിക്കലായി ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരതിവിശുദ്ധ വിശ്വാസം. Praise the Lord. അതിനുവേണ്ടി നിന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഭക്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ല, അതിലും വലുതാ എന്നെ പരമേൽപ്പിച്ച വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറ്റെന്തിനേക്കാൾ വലിയതാണ് ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലായി ദൈവം നിന്നെ പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസനായി നീ ഇന്ന് രാത്രി പോരാടണം. ഈ ഉപവാസം മുഴുവൻ പോരാടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. നിന്നെ കൃപയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, അഭിഷേകത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വ്യാപരിച്ചു നിൽക്കുന്ന, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലങ്ങളുണ്ട്. നിന്റെ കൺമുമ്പിലിരിക്കുന്ന ടെലിവിഷനകത്ത്, നിന്റെ കയ്യിരിക്കുന്ന ചെറിയ റിമോട്ട് കൊണ്ട് ഹാർവെസ്റ്റ് അടിക്കുമ്പോൾ ഹാർവെസ്റ്റ് വരുന്നു, പവർ വിഷൻ അടിക്കുമ്പോൾ പവർ വിഷൻ വരുന്നു, ശാലയം അടിക്കുമ്പോൾ ശാലയം വരുന്നു, ഗുഡ് ന്യൂസ് അടിക്കുമ്പോൾ ഗുഡ് ന്യൂസ് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കൈ ഞെക്കുമ്പോൾ പോകുന്ന ഒരു ലേസർ ഉണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ കയ്യിരിക്കുന്ന കൊച്ചു സാധനത്തിൽ നിന്ന് തൊട്ട് മുൻപിൽ ഇരിക്കുന്ന TV-യിലേക്ക് നീ വിരൽ ഞെക്കുമ്പോൾ ചാനലിൽ മാറ്റാൻ കഴിവുള്ള എന്തോ ഒന്നുണ്ടല്ലോ. അത് നിന്റെ നഗ്ന നേത്രം കാണാൻ കഴിയത്തില്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില പോരുകളെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. പക്ഷെ നീ അതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിൽ അതിനെ കാണുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഏറ്റെടുക്കുന്നവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചികമായ പോരിന്റെ ശക്തികളെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ വെളിപ്പാടുണ്ടായിരുന്ന ദാനിയേലിന് പോലും 21 ദിവസം മറുപടി കയ്യിലെത്താൻ വൈകിയതിന്റെ കാരണം പിടികിട്ടിയില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. 21ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം പിടികിട്ടിയേ. ദാനിയേലേ, മറുപടി തരാൻ മടിച്ചതല്ല, മറുപടി ലഭിച്ചാൻ താമസിച്ചതല്ല, മുഴങ്കാല് മടക്കിയപ്പോഴേ മറുപടി അയച്ചതാ. പക്ഷേ കൊണ്ടുവരുന്ന വഴിക്ക് നിന്റെ അടുക്കൽ എത്തിക്കാതിരിക്കാൻ, നിന്റെ ഭവനത്തിൽ വെളിപ്പെടാതിരിക്കാൻ, നിന്റെ തലമുറയ്ക്ക് ലഭിക്കാതിരിക്കാൻ മറ്റൊരു മണ്ഡലത്തിൽ യുദ്ധം നടക്കുകയായിരുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ അവനുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. സഹായത്തിന് പ്രധാന ദൂതനല്ലാതെ വേറെ ആരും എന്നോട് കൂടെ ഇല്ലായിരുന്നു. ഇന്ന് രാത്രി അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്റെ ആത്മീകമായ അഭിഷേകത്തിനും നിന്റെ വിശ്വാസത്തിന്റെ ശക്തിക്കുമെതിരെ വ്യാപരിക്കുന്ന പോരുകളെ അതിജീവിക്കാൻ കരുത്തുള്ള ഒരു വിശ്വാസം പ്രാപിപ്പോൾ ഓ റബലമന ശബ്ദരദരലരബ ശൈദരദരാജന
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഒരു പക്ഷേ ഉപവാസത്തിന്റെ കാര്യം നോട്ടീസ് അടിച്ച് കാണത്തില്ല, ഫ്ലെക്സ് വെച്ച് കാണത്തില്ല, പരസ്യം ചെയ്ത് കാണത്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ യോഗത്തിൽ വരേണ്ട പലരും ഒരു പക്ഷെ അറിഞ്ഞു കാണത്തില്ല. പക്ഷെ ആരും അറിഞ്ഞില്ലേലും ഉപവാസം ഹൃദയത്തിൽ തീരുമാനമെടുത്ത് ആദ്യം പ്രാർത്ഥിച്ച് ഡേറ്റ് തീരുമാനിച്ചു. സ്തോത്രം. ഇത്രാന്ത്യം മുതൽ ഇത്രാന്ത്യം വരെ ദൈവം അനുവദിച്ചാൽ സഭയോട് ചേർന്ന് ഉപവസിക്കാൻ കുറിച്ചു വെച്ചപ്പോൾ വേറൊരു പുള്ളി അറിഞ്ഞു. ഫ്ലെക്സ് വെക്കാൻ നാട്ടുകാരറിഞ്ഞില്ല, പക്ഷെ വേറൊരാൾ അറിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അന്നു മുതൽ അവൻ എതിരായി പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രസംഗിക്കാൻ വരുന്നവനൊരു പക്ഷെ പ്രസംഗിക്കാതെ പോയെന്നിരിക്കും, പ്രസംഗിക്കാൻ വിളിച്ചവൻ വന്നില്ലെന്നിരിക്കും. വരാഞ്ഞത് വണ്ടി ഇടിച്ചിട്ടും വണ്ടി മറിഞ്ഞിട്ടും ഒന്നുമല്ല, തടയുന്നൊരു വ്യാപാരം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മ പറയാണ്, നീ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ ആ മേഖലകളെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ഈ രാത്രി എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ബുദ്ധിയുടെ പ്രാർത്ഥനയല്ല, ആത്മാവിൽ ആ വിഷയത്തിനെതിരെ നീ ഒന്ന് പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ശക്തമായി ഇടപെടുകയാ. നിന്റെ വഴി തടഞ്ഞ ചില മണ്ഡലങ്ങൾ, നിന്റെ അഭിഷേകത്തിനെതിരായി നിന്ന ചില പോരുകൾ ഈ രാത്രി ആത്മാവിൽ കണ്ട് പ്രാർത്ഥിപ്പോൾ ഓ ചൂടാരാബാലാമന ശബ്ദരാബരാധന അഴിയട്ടെ. ഇന്ന് രാത്രി ചില പോരുകൾ അഴിയട്ടെ, ചില വെല്ലുവിളികൾ തകരട്ടെ, ചില ആഭിചാര മണ്ഡലങ്ങൾ തകരട്ടെ, ചില അന്യാരാധന പടകൾ അഴിയട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ചില കുരുക്കുകൾ അഴിയട്ടെ. അർത്ഥ മനക രഗന രഗത വൈഡേ ദിവലേ റൗഷേ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് അല്പനിമിഷം എല്ലാവരും ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. ഓ റല ബാബാ 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 Dudabala mana thera 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 thira bala baushas shaida bala rega 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 thera vacha rebala dudaba baba rega kama. Oh യേശുവിന്റെ നാമത്തിൽ പ്രിയരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാഷ നീ വിചാരിക്കുന്ന ഭാഷയായിരിക്കത്തില്ല. അതിൻ്റെ അർത്ഥങ്ങൾ നീ വിചാരിക്കുന്ന അർത്ഥങ്ങളായിരിക്കത്തില്ല. അതിൻ്റെ വിടുതലുകൾ നീ വിചാരിക്കുന്ന വിടുതലായിരിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്കെത്താത്ത മണ്ഡലങ്ങളിൽ അതിന്റെ വിടുതൽ വ്യാപരിക്കും. ഇന്ന് രാത്രി 19ാമത്തെ രാത്രി പെന്തക്കോസ്ത് സഭയോട് ഞാൻ പറയട്ടെ, ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഓ ദൈവശക്തിയാ നിറയട്ടെ, ദൈവശക്തിയാ നിറയട്ടെ, ദൈവശക്തിയാ നിറയട്ടെ. അഭിഷേകത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് ദൈവം ജനത്തെ നടത്തട്ടെ. ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ദൈവം നടത്തട്ടെ. ശബ്ദരാധന ജമന രഗന രഗദേ വൈഡേ ധിമനേ ഹർത്തേ മനഗേ ശംധാരീബല ശൈഡക ജാലക ദീപ പരാധുര വക്ഷക റിബല പരഗതക ജാനക രമന രക്ഷക ജൂഡപരഗതര വൈഡേ ദിബലോ ധീരപരന്തര വക്ഷക ജാലക ധീപര രഗദാര ഉഡപരധുര അർത്ഥപരാധര വൈഡക ജാനക ധൂഡപരന്തര ഭേദിക രഗതക രഗജാ രമന. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഓ ബാബാ
പ്രാപിക്കാം, പ്രാപിക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കട്ടെ, ആത്മാവിൽ ആരാധിക്കട്ടെ. യെസ്, ഓ, വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ, ദൈവകൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ, ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. യെസ്, ഓ, അടക രമന രഗന ജഗല രഗദ രൗഡ ദിബബേ രൗഷേ ജൂഡകരന്തര വേദിക ജാലക റീപരാതുര ഭൈഡക റിപരപ രഗദക രക്ഷക ജാലക രഗദ. യെസ് യെസ് യെസ്, നാവിന്റെ കെട്ടഴിയട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ. ഓഡല രബ ശബ്ദ രബ ബബ റീകല ബബ ബബ ബബ. Chibara bala bala barida bala 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 thuda bala bala bas Diga manandara jala garhamana barhagale ribale rausha saido Jayam 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 Oh chigala bala 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 bana dara 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 jala garham dara vediga rausha manadara vaida gati bala barhagada garhaude rujabe raushe Hallelujah. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ധീരാധരാധരാധരാധര ഓ ജയം 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 യെസ് അർച്ചുരാലവശ് ധീരാലമനകൾക്കമന ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മരണങ്ങൾ വഴിമാറിയിട്ടുണ്ട്, ചില അനർത്ഥങ്ങൾ വഴിമാറിയിട്ടുണ്ട്, ചില അപകടങ്ങൾ വഴിമാറിയിട്ടുണ്ട്, ചില പെടുമരണങ്ങൾ വഴിമാറിയിട്ടുണ്ട്, ചില പുരാതന ശൂന്യതകളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയോ. ഓ
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ, വഴിമാറട്ടെ. ചില പോരുകൾ വഴിമാറട്ടെ. ഓ രക്തത്താലേ ചെയ്യ, രക്തത്താലേ ചെയ്യ. ഒരിക്കലൂടെ നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ശ്രദ്ധിക്ക് പ്രിയമുള്ളവരെ, കർത്താവിനോടുള്ള സ്നേഹം ഈ രാത്രി വർദ്ധിക്കണം. ശൂന്യംകാരി പറഞ്ഞു, എന്നെ അവൻ്റെ പുറകെ അങ്ങ് വലിക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ ചോദിച്ചു, നിന്റെ പ്രിയൻ എന്തുവാടി ഇത്ര വലിയ വിശേഷത? അവൾ പറയുക, എൻ്റെ പ്രിയനോ അവൻ ആയിരങ്ങളിൽ, അവൻ 10,000-ങ്ങളിൽ, അവൻ വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ളവനാ. ഇന്ന് രാത്രി 19ാമത്തെ രാത്രിയിൽ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം. നിന്റെ പ്രാണപ്രിയനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കണം, കാഴ്ചപ്പാട് വർദ്ധിക്കണം. ആ സ്നേഹത്തിൽ വേണം ദൈവത്തെ ഈ രാത്രി ആരാധിക്കാൻ. നിന്റെ യേശുവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ഇന്ന് രാത്രി നിന്നെ വേർപിരിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഭക്തൻ പറയാണ്, ഞാനും എൻ്റെ കർത്താവും കൂടെയുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയാണോ? ആപത്താണോ? പട്ടിണിയാണോ? രോഗമാണോ? മരണമാണോ? ഇപ്പോഴുള്ളതാണോ? വരാനുള്ളതാണോ? ഉയരത്തിനാണോ? ആഴത്തിനാണോ? ഹലോ, വാഴ്ചകളാണോ? അധികാരങ്ങളാണോ? ലോകത്തിലെ ഒരു ശക്തിക്ക്, ഹലോ, ലോകത്തിലുള്ള ഒരു ശക്തിക്ക് ഞാനും എൻ്റെ ആത്മമണവാളനുമായി, എൻ്റെ പ്രാണപ്രിയനുമായി, എൻ്റെ കാന്തനുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഈ രാത്രി നിന്റെ ആരാധന മുഴുവൻ കർത്താവിനോടുള്ള സ്നേഹമായിരിക്കട്ടെ. ഓ രാബാബാബാ ശബ്ദരാധരാജന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കാലൊക്കെ ഒടിഞ്ഞ് 2 മുട്ടിൻ്റെയും ചിരട്ട ഡൽഹി കൊണ്ട് മാറ്റിവെച്ച് 2 കാലിനും ഇപ്പോൾ വെപ്പ് മുട്ട വെച്ചിരിക്കുന്നത്. വടിയുടെ സഹായമില്ലാതെ വീട്ടിൽ കൂടെ നടക്കാനൊക്കത്തില്ല. പക്ഷേ 10-16 സ്റ്റെപ്പ് കയറി ആരാധനയ്ക്കൊന്നും വരിക. അപ്പം നല്ല ആരോഗ്യമുള്ളവന്മാർ വീട്ടിൽ ചുമ്മാ ഇരിക്കുക. 2 കാലിലെ മുട്ടിന് കുഴപ്പമില്ലാത്ത ആളുകൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഈ 2 വെപ്പുകാല് വെച്ചോണ്ട്, സ്തോത്രം, മറ്റൊരാൾ അവന് ഇവിടെ ഈ വണ്ടിത്തടം എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്തൊരു ദൈവദാസന. വണ്ടിത്തടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടറിൽ ഒരു വീട്ടിലോട്ട് പോയതാ. പോയ വഴിക്ക് സ്കൂട്ടർ ഈ ചള്ളയ്ക്കകത്ത് ചാടി തെന്നി വണ്ടി മറിഞ്ഞു. അവൻ്റെ കാലിൻ്റെ മുട്ട് പൊട്ടി. അവൻ ഇവിടെയുള്ള മെഡിക്കൽ കോളേജിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് കുറഞ്ഞെന്നും പറഞ്ഞ് നാട്ടിൽ വിട്ടു. നാട്ടിൽ വന്നവന് വീണ്ടും മുട്ടിന് വേദനയായപ്പോൾ അവനെ കാരിത്താസി കൊണ്ടുപോയി. കാരിത്താസി വെച്ച് അവൻ്റെ കാല് പഴുത്തിട്ട് മുട്ടിനെ മേളിൽ വെച്ച് മുറിച്ചു, പിന്നെ അരയോട് ചേർത്ത് മുറിച്ചു. അവന് കാലിൽ ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ പോകാൻ അവന് കഴിയത്തില്ല. പക്ഷേ അവന് ദൈവം അമേരിക്കക്കാർ കാലുണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ആ കാല് വെച്ചോണ്ടാണ് അവൻ ആരാധനയ്ക്ക് വരുന്നത്. എനിക്കൊരു ആരാധന രാവിലെ 7 മണിക്കുണ്ട്. 7 മണിക്ക് ഷാർപ്പ് തുടങ്ങും, 9-ന് അവസാനിപ്പിച്ചിട്ട് 2ാമത്തെ 9:30-ക്കുള്ള ആരാധന പിന്നെ തുടങ്ങുന്നത്. ഈ 7 മണിക്കുള്ള ആരാധന 3 നിലയുടെ മേളിലാണ്, ലിഫ്റ്റില്ല. പക്ഷെ 3 നിലയുടെ മേളിലുള്ള മുഴുവൻ സ്റ്റെപ്പും കയറി എന്നും 7 മണിക്ക് കൃത്യമായിട്ട് ഈ ദൈവദാസനെത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഈ മറ്റേ ആരാധന ഞാൻ 10 സ്റ്റെപ്പ് കയറണല്ലോ, അവിടെ വന്നാൽ പോരെ? അന്നേരം പറഞ്ഞ്, രായിച്ചായ, എന്നോട് സ്നേഹം കൊണ്ട് വിളിക്കുന്നത്, രായിച്ചായ എനിക്ക് ഇങ്ങനൊരു വെപ്പുകാല് വെച്ച ആൾ നടക്കാമല്ലോ. ഹലോ,
അതുകൊണ്ട് നടക്കാവുന്നിടത്തോളം സ്റ്റെപ്പൊന്നും ഒരു വിഷയമല്ല. മേളിൽ കയറുന്നിടം വരെ ചില പ്രയാസമുണ്ട്. പക്ഷെ കയറിക്കഴിഞ്ഞ് ആരാധന വെളിപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചു, എന്നാലും ഇങ്ങനെ കൊണ്ടിരുന്ന അതെൻ്റെ കർത്താവിനോടുള്ള സ്നേഹ. കാലേ പോയുള്ളല്ലോ, ജീവൻ പോയില്ലല്ലോ. അല്ലെങ്കിൽ ഇന്ന് രാത്രി ആരോഗ്യമുണ്ടായിട്ടും വന്ന് ആരാധിക്കാൻ പലരും മടിക്കുമ്പോൾ നിന്നെ ഇങ്ങോട്ട് പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന ഘടകമെന്ന് പറയുന്നത് യേശുവിനോടുള്ള ആഴമായ സ്നേഹമായിരിക്കണം. മനസ്സിലാകുന്നവർ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവനല്ലോ. ഓ റബല രഗന ജഗതമന ചൂടകൾ കമനെ വൈഷജാലക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകും. ഇന്ന് രാത്രി എനിക്ക് മറ്റെന്തിനേക്കാൾ, എൻ്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, പാസ്റ്ററേക്കാൾ, മറ്റാരേക്കാൾ എനിക്കെൻ്റെ കർത്താവിനോടാണ് സ്നേഹം. അത് കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാം എന്ന് പറയാൻ തയ്യാറുള്ളവരൊക്കെ ആ കൈയൊന്ന് ഉയർത്തിക്കേ. അവരാരാധിക്കുന്ന ആരാധന അവൻ ഇറങ്ങും. അവൻ ഇറങ്ങാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ആ ആരാധന പ്രസംഗത്തിന്റെ മാനദണ്ഡത്തിലല്ല, യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ആരാധനയാ. ഇന്ന് രാത്രി 19ാമത്തെ രാത്രിയിൽ നിന്റെ അകത്ത് പ്രാണപ്രിയനോടുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കട്ടെ. ഓ ശബ്ദരാധരാധന. മറിയേ, നിന്നെ ഈ ആദികാലത്ത് എഴുന്നേറ്റ് തണുപ്പുള്ളപ്പം ശവപ്പറമ്പിലേക്ക് വൻ പ്രേരിപ്പിച്ച ഘടകമെന്നാ? പടയാളികൾ ഊരിപ്പിടിച്ച വാളും കുന്തവുമായി കാവൽ നിന്നിട്ടും, ഇന്നലെ കാപാലികന്മാരെ പോലെ നിന്റെ കർത്താവിനെ ക്രൂശിച്ചു കൊന്നിട്ടും അവർ സംരക്ഷണം കൊടുക്കുന്ന കല്ലറയ്ക്കലേക്ക് ഇരുട്ടുള്ളപ്പം നടക്കാൻ പ്രേരിപ്പിച്ച ഘടകമെന്നാ? നിനക്ക് ഭയമില്ലേ? നിനക്ക് തണുക്കുന്നില്ലേ? ഭയമില്ലേ? ഭീതിയില്ലേ? മരണത്തെക്കുറിച്ച് ചിന്തയില്ലേ? അവള് പറഞ്ഞു, എൻ്റെ കർത്താവിനുള്ള സ്നേഹം. ഇന്ന് രാത്രി ഞാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റിയിട്ട് ആ ബോഡി എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അതെടുത്തോണ്ട് എൻ്റെ വീട്ടിൽ പോയിക്കൊള്ളാം. ഇന്നത് ദൈവത്തിൻ്റെ പൈതലെ, സ്നേഹത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഇതിന് പൗലോസ് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവനല്ല ശപിക്കപ്പെട്ടവനാ. ഈ രാത്രി എത്ര പേരുണ്ട്? ഞാനിവിടെ വന്നേ മറ്റൊന്നും കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് വേണ്ടി കാൽവറിയിൽ പിടഞ്ഞ് മരിച്ച എൻ്റെ യേശുവിനോടുള്ള ആഴമായ സ്നേഹമോ. അങ്ങനെ സ്നേഹിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരുവാണ് പൗലോസ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ വന്നത് കർത്താവിൻ്റെ കൂടെ പോകാനാണോ കമ്മിറ്റിക്കാരനാകാനാണോ? ഹലോ, ഏതെങ്കിലും പ്രത്യേക ഒരു സ്ഥാനം കിട്ടാനാണോ കർത്താവിനെ സ്നേഹിക്കാനാണോ? ഹലോ, പണ്ട് ബാബുചെറിയാൻ പാസ്റ്റർ പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ നിന്നൊരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് പിറവ സഭയിൽ ചെന്നു. അവിടെ ചെന്നുടനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അല്പസമയം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ബാബുചെറിയാൻ പാസ്റ്റർ ചോദിച്ചു, നേരത്തെ എവിടെയായിരുന്നു? ഞാൻ ഓർത്തഡോക്സിലായിരുന്നു. എത്ര വർഷമായി? 53 വർഷമായി. ഇപ്പം എനിക്ക് 54 വയസ്സുണ്ട്. ഓക്കെ, ഇവിടെ വരാൻ എത്ര നാളായി? 2 ആഴ്ച. ഓർത്തഡോക്സ് സഭയിൽ എന്തെങ്കിലും പ്രസംഗിച്ചായിരുന്നു? ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. അവിടെ വെച്ച് ഒരു ആഗ്രഹം ഉണ്ടായോ? ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ആഗ്രഹം ഉണ്ടാകാൻ കാര്യം എന്നാ? ഇത് അദ്ദേഹത്തിൻ്റെ കാര്യം കടമെടുത്ത് പറയാണേ. 53 വർഷം അവിടെ വെച്ചില്ലാത്ത ആഗ്രഹം ഇവിടെ വന്നപ്പോൾ അവനുണ്ടായി. അപ്പോൾ അവൻ എന്തിനകത്ത് കയറിയേക്കുന്നേ? പാറ. അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ സ്നാനപ്പെട്ടത് കല്യാണം കഴിക്കാനായിരുന്നു? അതോ നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പോകാനായിരുന്നു? അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ കാര്യം പോക്കാന്ന് പറയാനാ ഞാൻ വന്നേ. ഒരല്ലേലിയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം.
നീ സ്നാനപ്പെട്ടെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം. നീ യോഗത്തിന് വരുന്നെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. മറ്റൊന്നും ഇന്ന് രാത്രിയുടെ വിഷയമല്ല. എത്ര പേര് കൊതിക്കുന്നുണ്ട് നീ ഇവിടെ വന്നെങ്കിൽ അതിനെ മുഴുവൻ ഇന്ന് രാത്രി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്. ഓ ഹല്ലേലൂയ. അനുഗ്രഹം വരുന്നു പോന്നെന്നൊക്കെ പറയാൻ വേറെ പിള്ളേർ വരും. ഞങ്ങളതൊന്നും പറയാൻ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒക്കെ വില എന്നാന്ന് പലർക്കും അറിയാം. ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒറ്റ വെള്ളപ്പൊക്കത്തിനേ ഉള്ളൂ. റാന്നി ഉടുത്ത കൈലിയല്ലാതെ മറ്റൊന്നും 2018 ഓഗസ്റ്റ് 15 കഴിഞ്ഞ് പലർക്കും ഇല്ലായിരുന്നു. കോടീശ്വരന്മാരൊക്കെ ഒരു കഷണം റൊട്ടി വെള്ളത്തിൽ വീഴുന്നത് തപ്പിപ്പറക്കാൻ നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇവിടുത്തെ എല്ലാം പുഴുവും തുരുമ്പും കെടുത്തുന്നതാ. കള്ളന്മാര് തുറന്ന് മോഷ്ടിക്കുന്നതാ. പക്ഷെ നിന്റെ ആരാധനയുടെ ആഴമെന്ന് പറയുന്നത് കർത്താവിനുള്ള സ്നേഹമാ. ഈ രാത്രി എത്ര പേർക്കുണ്ട് എന്റെ കർത്താവിനുള്ള സ്നേഹത്താൽ ഞാൻ കർത്താവിനെ ആരാധിക്കുകയാ. ഓ ചുടബലബലബലബസ്. നമ്മൾ വായിച്ച ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ശ്രദ്ധിച്ച്. 1, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. 2, ആത്മീക വർധന വരുത്തി. 3, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. 4, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. 5, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഒരല്ലേലൂയ പറഞ്ഞേ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. വിശ്വാസ ജീവിതം ഭയങ്കര പഥ്യമാകട്ടെ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ഞാൻ പകൽ പറഞ്ഞായിരുന്നല്ലോ, കർത്താവ് പറഞ്ഞു തോട്ടം സൂക്ഷിച്ചോണം. സൃഷ്ടിക്കുന്ന കാര്യം എന്റെയാ, തോട്ടം ഉണ്ടാക്കുന്ന കാര്യം എന്റെയാ, തോട്ടത്തിന് വേലി കെട്ടുന്ന കാര്യം എന്റെയാ, അതിനകത്ത് ജീവന്റെ വൃക്ഷവും മരണത്തിന്റെ വൃക്ഷവും നടുന്ന പണി എന്റെയാ, നിന്നെ കൊണ്ടതിനകത്ത് ആക്കുന്ന പണി എന്റെയാ, അടുത്ത പണി നിന്റെയാ. ഹലോ, ഈ പറഞ്ഞതല്ല എന്റെ പണിയാ. നിന്റെ മൂക്കി ജീവശ്വാസം പോകുന്ന പണി എന്റെയാ. ഹലോ, നിനക്ക് വേണ്ടി ഒരു തോട്ടം ഉണ്ടാക്കി തരുന്ന പണി എന്റെയാ. നിന്നെ നീയാക്കി തീർക്കുന്നത് ഞാനാ. പക്ഷേ ആക്കിയ തോട്ടത്തിൽ നീ സൂക്ഷിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? അത് നിന്റെ ഡ്യൂട്ടിയാ. കൃപയെ വന്ന നിന്റെ ഡ്യൂട്ടിയാ. കാഹളം ധ്വനിക്കുന്നത് വരെ, കർത്താവ് വരുന്നത് വരെ നിന്നെ ഏൽപ്പിച്ച വിശ്വാസം സൂക്ഷിക്കുക. അത് നിന്റെ ഡ്യൂട്ടിയാ. ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച വിശ്വാസം നുഴഞ്ഞു കയറാൻ അനുവദിക്കാതെ. അപ്പൊ ശ്രദ്ധിച്ചേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പിന്നത്തേതിൽ പറ, അങ്ങനല്ലേ വായിച്ചേ? കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, എങ്കിലും പിന്നത്തേതിൽ വിശ്വസിക്കായികയാൽ അവരെ. അടുത്ത വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കണേ, വായിക്കാതെ ശ്രദ്ധിച്ചേ. ഇന്ന് രാത്രി ആ ദൂതനെ ഇവിടെ കൊണ്ടുവന്നേക്കാന്നിരിക്കട്ടെ, ഒരു മനുഷ്യനായിട്ട്. ദൈവദാസൻ പറഞ്ഞു ബന്ധനമൊക്കെ അഴിക്കാൻ അധികാരമുള്ള ദൈവദാസനാണ് നമ്മുടെ പിസിച്ചെറിയാൻ പാസ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് രാത്രി ഈ പുള്ള ബന്ധനം അഴിക്കുമെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഞാൻ അങ്ങോട്ട് തലേ കൈവച്ച് യേശുവിൻ്റെ നാമത്തെ അഴിയട്ടെന്ന് പറഞ്ഞാൽ ഇത് ആര് കെട്ടിയേക്കുന്ന? ഇപ്പം വായിച്ച കെട്ട ആര് കെട്ടിയേക്കുന്ന? ഒന്ന് വായിച്ച ദൈവദാസനെ. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട്. എന്നേക്കുമുള്ള ചങ്ങല. ഒരു വർഷം കൊണ്ട് അടിക്കാവുന്ന കേസല്ല. ന്യായവിധി എന്ന് നടക്കുമോ അന്ന് വരെ ഒരു ചങ്ങല ഇട്ടേക്കുക. ആര്? പറഞ്ഞേ, ദൈവം. ഞാൻ ശാസിച്ചാ പോമോ? ഇല്ല.
മനസ്സിലാകുന്നുണ്ടേ? അപ്പം ചിലരുടെ കെട്ട് ആര് കെട്ടിയേക്കുന്ന പറയുന്നേ? ദൈവം കെട്ടിയ. ഞങ്ങൾ ദൈവദാസന്മാർ ആട്ടിത്തുപ്പി വായിലെ പല്ല് കളഞ്ഞാൽ വല്ല പ്രയോജനമുണ്ട്? നിങ്ങൾ മിണ്ടുന്നില്ല. അവനെ കെട്ടെവിടുന്നാന്ന് മനസ്സിലായോ? എന്നെ കെട്ടാൻ കാര്യം മനസ്സിലായോ? അവനെ ദൈവം ഒരു സ്ഥാനത്താക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഡ്യൂട്ടി പാട്ട് പാടുവാൻ, അല്ലെ അവൻ്റെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലെ അവൻ്റെ ഡ്യൂട്ടി ട്രാക്ട് കൊടുക്കുമായിരുന്നു, അല്ലെ അവൻ്റെ ജോലി പരസ്യയോഗമായിരുന്നു. ഒന്നവനെ ഏൽപ്പിച്ചു. പക്ഷെ അവനെ വാഴ്ച സ്ഥലം എന്ത് ചെയ്തില്ല? കാത്തില്ല. വേറെ ഡ്യൂട്ടിക്ക് പോയി. മനസ്സിലാകുന്നുണ്ടോ? അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യാതെ വേറെ ഡ്യൂട്ടിക്ക് പോയി. പോയപ്പോൾ കർത്താവ് ഈ പോക്ക് പോയാൽ ഇവന് ഇത്തിരി അപകടകാരിയാണ്, അതുകൊണ്ട് തമ്പുരാൻ ഒരു ചങ്ങല ഇട്ടു. മനസ്സിലാകുന്നുണ്ടേ? ചിലരുടെ പോക്ക് കാണുമ്പോൾ തമ്പുരാൻ അറിയാം ഈ പോക്ക് പോയാൽ ഇവൻ. മനസ്സിലാകുന്നുണ്ടേ? തമ്പുരാൻ ചങ്ങല ഇട്ടു. ഞാൻ വന്ന് ആട്ടിയാലോ വല്ലതും പോമോ? ഇതാരോട് പറയുവാ? പുതിയ നിയമസഭയോട് പറയാണ്. നിങ്ങൾക്ക് പൊതുവുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ തീരുമാനിച്ചപ്പോൾ ഒന്നാമത്തെ കാര്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരെ തട്ടി. രണ്ടാമത്തെ കാര്യം വായിച്ച കൊള്ളാത്തവനെ എന്നേ കുറച്ച് അങ്ങനെ ഇട്ട് പൂട്ടി. മൂന്നാമത്തെ കാര്യം വായിച്ചേ. അതുപോലെ സൊദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി 13:10 തൊട്ടൊന്ന് വായിച്ചു ദേവദാസനെ. ഉൽപ്പത്തി 13 സമയമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്നുണ്ട് കാര്യം അത്യാവശ്യം പറയണമല്ലോ. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ശ്രദ്ധിച്ചേ, ഈ സോദോം എന്ന് പറയുന്നത് ഏദൻ തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുണ്ടായിരുന്ന രണ്ടാമത്തെ ഏദൻ തോട്ടം പോലെ. സോദോം നശിപ്പിക്കുന്നത് വരെ ദൈവത്തിൻ്റെ തോട്ടം പോലായിരുന്നു. നിങ്ങൾ വായിച്ചോ? അപ്പം ഈ അബ്രഹാമിനോട് ഇറങ്ങിയ ഈ ലോത്ത് കൂടാരം നീക്കി അടിച്ചു, അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട്. അതുകൊണ്ട് ആ വിശ്വാസിയോട് പാസ്റ്റർമാർ പറഞ്ഞ് കൂടുതൽ കിഴക്കോട്ട് പോകരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ലൈവ് റാന്നിക്കാർ കണ്ടില്ലെങ്കിൽ ഈ സഭയെ വരാത്തവരെല്ലാം കാണാൻ അവരുടെ വീട്ടിലോട്ട് ഇത് വെച്ചു കൊടുക്കണം. ചെയ്യുന്ന ആളിനോട് പറയുക. പകലത്തേതും നമ്മുടെ സഭക്കാർ മൊത്തം ഇത് കാണണം. പിന്നെ പുറത്തുള്ളവർ കണ്ടോട്ട് കുഴപ്പമൊന്നുമില്ല. ഒരല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്കൊരു മുഷിവ് തോന്നുന്നില്ലല്ലോ? ഉണ്ടേൽ ഞാൻ എട്ടരയ്ക്ക് നിർത്തും. അന്ന് വായിച്ചേ. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സൊദോം വരെ കൂടാരം നീക്കി അടിച്ചു. സൊദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. അവരുടെ രണ്ട് ക്വാളിറ്റി. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ സന്നിധിയിൽ സാധാരണ പാപിയല്ല, പറഞ്ഞ എല്ലാരും കൂടെ മഹാപാപിയുമായിരുന്നു. ആരുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയാ? അബ്രഹാമിൻ്റെ കൂടെ. അബ്രഹാമിൻ്റെ ചേട്ടൻ മരിച്ചുപോയ സഹോദരൻ്റെ മോനായവൻ. അപ്പം ഈ പയ്യൻ്റെ ഉപ്പാപ്പനാണ് ആര്? അബ്രഹാം. അപ്പം ഈ ചേട്ടൻ മരിച്ചു പോയപ്പോൾ അപ്പനില്ലാത്ത കൊച്ചനെ ഈ പിള്ളേരില്ലാത്ത അബ്രഹാം ഉപ്പാപ്പൻ എന്നുള്ള നിലയിൽ വളർത്തിക്കൊണ്ട് വരിക. അപ്പം പോയിടത്തെല്ലാം പുള്ളി യാഗപീഠം പണിതു. ആര്? അബ്രഹാം. പണിതപ്പോൾ കല്ലൊക്കെ പറയി കൊടുക്കാൻ കൂടെ നിന്ന് ആരാ? ഈ ചെറുക്കനാ. ചെറുക്കൻ എന്നുള്ള പദം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കുമല്ലോ. ഹലോ, 25ാമത്തെ വയസ്സ് ഇറങ്ങിയപ്പോൾ ഈ പുള്ളി കൂടെ ഉണ്ടല്ലോ. ചേട്ടൻ്റെ മോനല്ലേ. ഈ വിറവൊക്കെ പറയി കൊടുത്താരായിരിക്കും? ഈ ആടിൻ്റെ കാലും കൈയൊക്കെ പിടിച്ച് കെട്ടിക്കൊടുത്താരായിരിക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ കൂടെ ആമീൻ പറഞ്ഞ ആരാ? അബ്രഹാം സിയോൻ ഗീതാവിലെ പാട്ട് പാടിയപ്പോൾ കൂടെ പാടിയതാരാ? ആ പുള്ളി കൈയടിച്ചപ്പോൾ കൂടെ കൈയടിച്ചതാരാ? ആ പുള്ളി ഇപ്പം മഹാപാപിയും ദുഷ്ടന്മാരും ഉള്ള സ്ഥലത്ത് ചെന്നു. മിണ്ടുന്നില്ല. പണ്ട് സഭയ്ക്കകത്ത് ആരാധന മുമ്പിൽ അബ്രഹാമിനോട് വന്ന പുള്ളി ഇപ്പം കിഴക്കോട്ട് പോയി എവിടം വരെ ചെന്നു? നിങ്ങളൊന്നും മിണ്ടുന്നില്ല.
പ്രൈസ് ദി ലോർഡ്. അവൻ പാപിരിച്ചോണ്ടിരുന്നവനാ. തമ്പേറെ തണുക്കാതിരിക്കാൻ വേണ്ടി കമ്പിയിൽ അവനാണ് തൂക്കുന്നേ. പണ്ടങ്ങനൊക്കെയല്ലേ കമ്പിയെ തൂക്കുന്നത്, കണ്ടില്ലേ? 2 കമ്പി ഉണ്ടായിരുന്നു കൂടുതൽ, ഒന്ന് പെട്രോമാഷ് തൂക്കാനും 2 കമ്പി. പെട്രോമാഷിന് ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ ആളി കത്തിട്ട് ഓലപ്പരിക്ക് എന്തോ പിടിക്കുമായിരുന്നു, തീ പിടിക്കുമായിരുന്നു. പിള്ളേർ കണ്ടുണ്ടോ അതൊക്കെ? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ സഭയ്ക്കകത്തെല്ലാം 2 കമ്പിയുണ്ട്. 2 കമ്പിയിൽ ഇങ്ങനെ 2 തൂക്കിയിടും. ഇതൊക്കെ ചെയ്യുന്ന പുള്ളിയായിരുന്നു ആര്? ലോത്ത്. അന്ന് വീട്ടു പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് തമ്പാറ് ചുമ്മിക്കൊണ്ടു. ഇപ്പോഴല്ലേ വീടുകളിൽ ഇതില്ലാത്ത. ഇപ്പം യോഗം നടക്കുന്ന ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ യോഗം വെച്ചൊന്നും ആരും അറിയുന്നില്ലല്ലോ. പണ്ടങ്ങനല്ല, തമ്പാറ് ചുമ്മിക്കൊണ്ട് പോകും തലേ വെച്ചോണ്ട്. ഒരാളുടെ തലയിൽ പെട്രോമാക്സ്, ഒരാളുടെ തലയിൽ തമ്പേറ് ഒക്കെ വെച്ചോണ്ടാ പോകുന്നത്. ഭയങ്കര സന്തോഷമല്ലേ? അന്ന് വലിയ ആളൊന്നുമില്ല, പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് കാറില്ല. ഞാൻ അച്ഛാ ചെല്ലിക്കാട്ട് ചെല്ലുമ്പോൾ ആകെ 2 വണ്ടി, ഒന്ന് എനിക്കും ഒന്ന് മേനന്തോട്ടത്തിലെ അമ്മാമ്മയ്ക്കും. മേനന്തോട്ടത്തിൽ ഇവിടെ ബിൽഡിങ്ങൊക്കെ ഉള്ളു, അവർക്ക് മാത്രം 2 വണ്ടിയേ ഉള്ളൂ. വേറെ ആർക്കും വണ്ടിയില്ല. എനിക്കൊരു കൊച്ചു ബൈക്കുണ്ട്, കവാസാക്കിയുടെ. ഇപ്പം ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്ഥലമില്ല. അത് ഫോർച്യൂണറ്, ഓടി, ഓട്സ് വാഗന്, കുറഞ്ഞ വണ്ടിയൊന്നുമല്ല. ഈ വരുന്നവരെല്ലാം ആദ്യം പോകാൻ വേണ്ടി കൊണ്ട് വഴി ബ്ലോക്കാക്കുക. അതുകൊണ്ട് പിന്നെ വരുന്നവന് കയറാനും വയ്യ. ചില അടക്കോഴി പോലെ ഇവർ കൊണ്ട് ഇത് സാധനം കണ്ട് ഒരൊറ്റ വിശ്വാസി അത് കേട്ടത്തുമില്ല. അവൻ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ വണ്ടി കിട്ടാതെ വാതിൽക്കെന്നാൽ ഇവൻ ഇതേ കയറ്റിക്കൊണ്ട് പോകത്തില്ല. അത് വേറെ കാര്യം. നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പം ഞായറാഴ്ച അല്ല ഈ വണ്ടി എടുക്കുന്നില്ല, അല്ലാതെ ഇപ്പം നൈറ്റ് മണ്ടക്കിട്ടേക്ക് ഉണങ്ങാനായിട്ട്. ഇവൻ്റെ ധാരണ നൈറ്റ് ഉണങ്ങാനാ വണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇവിടെ അങ്ങനെയുള്ളവരില്ലല്ലോ. ഒരല്ലേ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പുള്ളി അങ്ങ് കിഴക്കോട്ട് പോയി മഹാപാപികളും ദുഷ്ടന്മാരുമുള്ള പട്ടണത്തിന്റെ കാവൽക്കാരനായി. പണ്ട് യാഗപീഠത്തെ വെച്ച യാഗവസ്തു എരിഞ്ഞു തീരുന്നതിനും വരെ അബ്രഹാമിന് കൂട്ടുനിന്നവൻ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ പട്ടണത്തിന്റെ കാവൽക്കാരനായി മാറി. ഇപ്പൊ പുള്ളി അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കാൻ പോവാ. പാസ് പ്രാർത്ഥിച്ചു വിടണമെന്ന്. മിണ്ടുന്നില്ല. പിന്നെ അവനെ അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കുന്നത്, ഞാൻ കൊടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ അടുക്കെന്നാണ് വിളിക്കുന്നത്, പാസ് ഒന്ന് സംസാരിക്കണേ. അവൻ്റെ ധാരണ ദൈവം തമ്പുരാനാണെന്നാ. എന്നെ മിനിഞ്ഞാന്ന് വിളിച്ചു, ഫോണിന്ന് വിളിക്കുക, കൊടിയേരി ബാലകൃഷ്ണൻ സാറാ, പാസ് ഒന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ സംസാരിക്കാം. എന്നെ വിളിച്ചു, ആരാ? ഞാൻ പറഞ്ഞു പി.സി. ചെറിയാൻ പാസ്റ്റർ. പുള്ളിക്ക് എന്നെ ഭയങ്കര പരിചയം, ഞാൻ കണ്ടിട്ടില്ല, എന്നെയും കണ്ടിട്ടില്ല, പക്ഷെ പുള്ളി ഭയങ്കര പരിചയമുള്ളതാണ്. പി.സി. ചെറിയാൻ പാസ്റ്റർ അല്ലേ? അത് പാസ്റ്റർ, ഞാനിപ്പോൾ കോന്നിനെ വിളിക്കുന്നത്, എല്ലാ സഹായം. ഞാൻ പറഞ്ഞു എല്ലാ സഹായവും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ എന്തോ സഹായം ചെയ്യാനാ എൻ്റെ പോലെ. പ്രൈസ് ദി ലോർഡ്. അവനങ്ങ് കിഴക്കോട്ട് പോയി. സഭയ്ക്കകത്ത് ഇപ്പൊ LDF UDF ആയി, BJP ആളായി. അവനും വന്നേക്കുക 21 ഇരിക്കാൻ. ഗോത്രമാരും പറയുന്നില്ല. ഇന്ന് രാത്രി ഇതെല്ലാം കാണുന്നൊരു സ്വർഗമുണ്ട്. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. നിന്റെ എല്ലാ അഭിനയങ്ങളെയും കാണുന്ന, നിന്റെ ആത്മീകത്തിന്റെ അഭിനയങ്ങളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ജനം കർത്താവിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ ഈ മെസ്സേജ് ഇന്ന് പകലും വൈകിട്ടും പറഞ്ഞപ്പോൾ കർത്താവിലേക്കൊന്ന് മടങ്ങി വരുന്നത് നല്ലതാണെന്നുള്ള ചെറിയ ചിന്ത അകത്തുണ്ടായ എത്ര പേരുണ്ട്? ആ കാര്യം കർത്താവ് ഒന്ന് കണ്ടോട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ ഞാൻ സകല ശ്രമവും നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ലോത്ത് പോയി. എനിക്ക് മനസ്സിലായി ദൂതന്മാരെ കെട്ടി. എനിക്ക് മനസ്സിലായി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 2 ഒടിച്ച് ബാക്കിയെല്ലാം തട്ടി. മനസ്സിലാകുന്നുണ്ടേ? അങ്ങനെയാണ് നമ്മുടെ ഗതി എന്താന്നാ ചോദിച്ചു വരുന്നേ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോടെ പ്രാർത്ഥിക്കും? നോക്കി, അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ച്. അടുത്ത വാക്ക് നമുക്ക് നിർത്താൻ പോകാം. എന്ന് വായിച്ചേ. അടുത്ത വാക്കോടെ സമയമുള്ളൂ. അബ്രഹാമിന്റെ കാര്യം വായിച്ചേ. ലോത്ത് മഹാപാപികളോടത്ത് കൂടാരം പഠിച്ചു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, ചെറിയ മാറിയാലേ കർത്താവ് ഇടപെടത്തുള്ളൂ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. എല്ലാത്തിനെയും പിടിച്ചിരുത്താൻ വേണ്ടി നോക്കണ്ട. ചിലതൊക്കെ പോകുന്നത് നമുക്ക് നല്ലതാ.
സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതന്നെ ഉപദേശമാണ്. നിങ്ങൾ ഓർക്കുമായിരിക്കും, എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ലോ. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഈ പറഞ്ഞ പുള്ളികളൊക്കെ നുഴഞ്ഞു കയറിയവരാന്നാണ് എഴുതിയേക്കുന്നത്. ആദ്യത്തെ വാക്യം, മൂന്നാമത്തെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇങ്ങനെ അബ്രഹാമിനോട് ദൈവം ഇവൻ പോയപ്പോൾ ഇടപെട്ടു. എന്താ ഇടപെട്ടത്? തലപൊക്കി. നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൂത് പറയാൻ പോകാം. നിങ്ങളോട് ഞാൻ ദൂത് പറയാൻ പോകാം. തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ട് നോക്കണം, കണ്ണെത്തുന്ന ദൂരം വരെ. തെക്കോട്ട് നോക്കണം, കിഴക്കോട്ട് നോക്കണം, പടിഞ്ഞാറോട്ട് നോക്കണം. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അടുത്ത വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണ. അടുത്ത വാക്യം, നീ പുറപ്പെട്ട് ഇരുന്നുകൊണ്ട് നോക്കണം, എത്തി നോക്കണം, പുറപ്പെടണം. നീ കണ്ണുകൊണ്ട് കണ്ട ദേശം നിന്റെ ഉള്ളങ്കാൽ കൊണ്ട് ചവിട്ടണം. ആ ദേശത്തിൽ കുടിയിരിക്കുന്ന ചില വ്യാപാരമുണ്ട്. ആ വ്യാപാരത്തെ മുഴങ്കാലും അടക്കിയ നിന്റെ അഭിഷേകമുള്ള കാലിന്റെ ഉള്ളങ്കാല് ചവിട്ടണം. ചവിട്ടുമ്പോൾ ആ പോരുകൾ നിന്റെ കാൽ കീഴേലാകും. ഇന്ന് രാത്രി ചില അവകാശങ്ങൾ ദൈവം ജനത്തിന് തരാൻ പോകുകയാ. നിനക്ക് കൈവശമാക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ ശത്രു ആധിപത്യം പുലർത്തുന്നിടത്ത് നീ നെടുകയും കുറുകയും നടക്കണം. ഓ, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചില തരാൻ പോകുകയാ. നീ അവകാശങ്ങളെ കാലുകൊണ്ട് ചവിട്ട്. നോക്കിയേ, ഞാൻ നിർത്തുകയാ. വേഗത്തിൽ വായിച്ചേ. നെടുകയും കുറുകയും. നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക. ഞാൻ അത് നിനക്ക് തരും. ഈ സഭയോടുള്ള ദൂത. ആള് കൂടിപ്പോയെന്ന് ധാരണയുണ്ടോ? ഹലോ, ഇനി വന്നാൽ ഉൾക്കൊള്ളാൻ വയ്യെന്നൊരു ധാരണയുണ്ടോ? പറ. നമ്മൾ മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി 19-ാമത്തെ രാത്രിയിൽ മാറ്റമില്ലാത്ത വചനത്തിൽ ഞാൻ വെളിപ്പാട് പറയുന്നു. നീ എഴുന്നേറ്റ് നോക്ക്. അങ്ങ് വടക്കോട്ട് നോക്ക്, കിഴക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്. നീ കണ്ട ദേശത്തൂടെ നെടുകയും കുറുകയും ഒരു പ്രാന്തനെ പോലെ നടക്ക്. നിന്റെ ഉള്ളങ്കാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരാൻ പോകുകയാ. ഇന്ന് രാത്രി ചില വിടുതലുകൾ ദൂരവ്യാപകമായി മൈലുകൾക്കപ്പുറം നിന്ന് ആരാധനയുടെ ഘോഷം ബഹുദൂരം എത്തിയിട്ട് ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ആള് കൂടിയാൽ ഹോള് പൊളിക്കണ്ട. ആരാധനയുടെ സമയം മാറ്റിയാൽ മതി. ഇപ്പോൾ ഉള്ള വിശ്വാസിയെല്ലാം രാവിലെ 5 മണിക്ക് വന്നിട്ട് 9 മണിയാകുമ്പോൾ വീട്ടിൽ പോകണം. പുതിയ വരുന്ന പുള്ളികളെല്ലാം 9 തൊട്ട് 12 ആകുമ്പോൾ വീട്ടിൽ പോകണം. അവര് കഴിഞ്ഞ് വരുന്നവരെല്ലാം 12 കഴിഞ്ഞാക്കണം. ഒരു 4 ആരാധന കൊണ്ട് പോട്ടെ. മിണ്ടുന്നില്ല. നമ്മുടെ മനസ്സിൽ ഹോള് പൊളിക്കുന്ന കാര്യം വേണ്ട. ഇന്ന് രാത്രി വീണ്ടും ആരാധന തുടങ്ങാൻ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പട്ടണം ദൈവം നിന്റെ കൈ തരാൻ പോകുകയാ. ഭൂമിയിലെ പൊടിയെ എണ്ണാൻ കഴിയുമെങ്കിൽ ആത്മാക്കളെ നിനക്കെണ്ണ. ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷ ഈ സഭയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. ഏറ്റെടുക്കാൻ കരുത്തുള്ളവര് Praise the Lord. Praise the Lord. എത്ര പേര് ഈ ദൂത് ഉൾക്കൊള്ളും? നിന്റെ കണ്ണുകൊണ്ട് ആത്മാക്കൾ വരുന്നു എന്ന് കണ്ടേ. കാട്ടുപ്രാക്കൾ കൂട്ടമായി വരുന്നത് പോലെ ആത്മാക്കൾ ഒഴുകി വരുന്ന കാഴ്ച ഒന്ന് കണ്ടേ. ആത്മാവിൽ പ്രാർത്ഥന തുടങ്ങാമോ? വിശ്വാസത്തിനായി പോരാടാമോ? നിങ്ങളെ തന്നെ സൂക്ഷിക്കാമോ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പട്ടണം ദൈവം നിന്റെ കൈ തരാൻ പോകുകയാ.
ദേശം നിന്റെ കൈ തരാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന മാതാവേ, ഉപവസിക്കുന്ന സഹോദരി, കരയുന്ന സഹോദര, പട്ടണം ദൈവം നിന്റെ കയ്യിൽ ഏറ്റെടുക്കുന്നവര് മാത്രം ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്ത് വ്യാപരിക്കുന്ന ചില കുടിയിരിപ്പുകളെ, ചില അന്യാരാധന മണ്ഡലങ്ങളെ, ഈ ആഭിചാര ശകുനികളെ ദൈവം ശാസിക്കുന്ന രാത്രിയോ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. കായംകുളത്തു നിന്നൊരു ദൈവദാസൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 7 ദിവസം ഉപവാസം ശുശ്രൂഷിക്കാൻ വന്നു. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞൊരു സംഭവം എന്നെ വളരെ ചിരിപ്പിച്ചു. 2 കുഞ്ഞുങ്ങൾ പോകുന്ന വഴി, ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു കാവിൻ്റെ സ്ഥലത്തൂടാണ്. അതുവഴി പോകുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് പേടിയാ. ഉടനെ അമ്മ പറഞ്ഞു, മോനെ ഒന്നും പേടിക്കണ്ട, അങ്ങോട്ട് പോകുമ്പോൾ ആ പടി തുടങ്ങുന്ന തൊട്ട് തീരുന്നതിനും വരെ യേശുവിൻ്റെ രക്തം ജയം എന്ന് 2 പേരും പറഞ്ഞുകൊണ്ട് പോകണം. തിരിച്ച് 4 മണിക്ക് വരുമ്പോൾ യേശുവിൻ്റെ രക്തം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണം. അങ്ങനെ പിള്ളേർ അമ്മ പറഞ്ഞേ കേട്ടോണ്ട് പിള്ളേർക്കൊന്നും അറിയത്തില്ല. യേശുവിൻ്റെ രക്തം ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ പ്രശ്നമായി. അവർ പ്രശ്നം വെച്ച് നോക്കിയവൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന കുടിയിരിപ്പ് ഇളകിപ്പോയി. അതിനെ പ്രശ്നം വെച്ചവൻ പറഞ്ഞു, 2 പിള്ളേർ ഇതുവഴി പോകുന്നുണ്ട്. ഉപദേശി പോയെന്നല്ല, കൃപാവരപ്രാപ്തം പോയെന്നല്ല, 8ഉം പൊട്ടും തിരിയാത്ത 2 പിള്ളേര് യേശുവിൻ്റെ രക്തം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്നപ്പോൾ കുടിയിരിപ്പിളകിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ചില പോരുകളെ അഴിക്കാൻ കരുത്തുള്ള ദൈവകൃപ ദൈവം നിന്റെ മേൽ പകരാൻ പോകുക. വിശ്വസിക്കുന്നവര് മാത്രം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ദൈവസ്നേഹത്തെ തമ്മിൽ സൂക്ഷിച്ചുകൊണ്ട്, ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിനായി പോരാടിക്കൊണ്ട്, ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം. ദൈവം നിന്നെ ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുകയാ. നിന്റെ തലമുറയെ ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷയെ ഒരത്ഭുത വിഷയമാക്കി മാറ്റാൻ പോകുകയാ. നീ ആരാധിക്കുന്ന സഭയെ ദൈവം ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുകയാ. അത് ഇന്ന് രാത്രി മുതൽ സംഭവിച്ചു തുടങ്ങുകയാ, സംഭവിച്ചു തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചോ. നല്ല കർത്താവേ, ഈ നിന്റെ മക്കളെ, നിന്റെ ശ്രേഷ്ഠ അഭിഷക്തന്മാരെ, എല്ലാ വിശ്വാസി ജനത്തെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. പോഷ്കു പറയാത്ത എൻ്റെ കർത്താവ്, ഊവ് എന്നും ഇല്ല ഇല്ല എന്നും പറയുന്ന എൻ്റെ കർത്താവ്, ഇന്ന് രാത്രി പറഞ്ഞ വചനത്തിൻ്റെ മേൽ അത്ഭുതമായി, അടയാളമായി, വീര്യപ്രവൃത്തിയായി സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ചില വിടുതലുകൾ ജനത്തിന് വേണ്ടി പകരുന്നതിനായി സ്തോത്രം. ഒരു ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി ജനത്തിനായി ദൈവം പകർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വിശുദ്ധ സഭ, ഒരു വിശുദ്ധ സഭ ദേശത്തുണ്ടെന്ന് ഈ പട്ടണം അറിയുവാൻ ദൈവം കൃപ ചെയ്യണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം ദൈവം നമുക്ക് നൽകിയതോർത്ത് നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ 19ാമത്തെ രാത്രിയിലും ദൈവം തൻ്റെ ദാസനിൽ കൂടെ ശക്തമായി ഇന്ന് പകലും രാവിലെയും ഈ വൈകിയ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. സഭയോടുള്ള ബന്ധത്തിൽ, നമ്മോടുള്ള ബന്ധത്തിൽ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാനിടയായി. കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുവാൻ, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ രാത്രി കർത്താവ് കൃപ ചെയ്യട്ടെ. ശുശ്രൂഷ ദൈവദാസനെ, തൻ്റെ ശുശ്രൂഷ, തൻ്റെ പ്രവർത്തന മേഖലകൾ, തൻ്റെ മടക്കയാത്ര, കുടുംബമെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കേണ്ട മീറ്റിങ്ങുകളും അനുഗ്രഹമായി നടക്കുവാൻ
സർവശക്തനായ ദൈവം കൃപ ചെയ്യേണ്ടതിനാൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനീയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു ആരിപ്പള്ളി അവർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, കൽപ്പിച്ചോദനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ പകലും രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ആലോചന ദൈവസഭയ്ക്ക് ദൈവം നൽകുവാൻ ഇവിടുന്ന് പ്രസാദം തോന്നിയതിനായി സ്തോത്രം. നിങ്ങളുടെ വിലപ്പെട്ട ദൂതുമായി വിലപ്പെട്ട ഭൃത്യനെ ഞങ്ങളുടെ മധ്യയിൽ ഇവിടുന്ന് അയച്ചതിനായി സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം കാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആളാമ്പ്രതിയായി ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. 19 രാത്രി വരെയും ദൈവം സൂക്ഷിച്ചതിനായി സ്തോത്രം. പ്രത്യേകിച്ച് പൂർണ്ണമായി ഭാഗ്യമായി ബോസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രിയിൽ ഈ പകലിൽ ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനെ, ശുശ്രൂഷകളെ, ദൈവസഭയെ, മടക്കിയ യാത്രയെ, കുടുംബത്തെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ, അതിനനുസരിച്ച് ജീവിപ്പാൻ, ആത്മീയ വർധന വരുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഴക്കുന്ന്, പടിഞ്ഞാറ്, തെക്കുന്ന്, വടക്ക് നിന്ന് അനേകരെ ദൈവാത്മാവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. ഈ സഭയ്ക്ക് അവകാശമായി ചില നന്മകൾ അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. ആത്മാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ഇവിടെ മുഴങ്ങിയ ദൈവികാലോചന കർത്താവെ ഒന്ന് കുറയാതെ അത് നിർവൃത്തിയാകുന്നതിനാൽ, അൻവർത്ഥമാകുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വലിയ ഭൃത്യന്മാർക്കായി സ്തോത്രം വരെ അനുഗ്രഹിച്ചാട്ട് ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, അനുഗ്രഹിച്ചുകൊണ്ടിരുന്നവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച പകലും രാത്രിയിലും ഇവിടെ വന്നു ചേർന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആത്മീയ ശുശ്രൂഷ നിർവഹിച്ച കർത്താവിൽ പ്രസിദ്ധനായ മുഖ്യമാനായ ദേവദാസ പാസ്റ്റർ PC ചെറിയാനവരോട് സഭയ്ക്കുള്ള ഹൃദയമായ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തെ പിന്നെയും ശക്തിയോടെ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും എല്ലാവരോടും തുടർന്ന് നടക്കുന്ന യോഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന് മടങ്ങി വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ